അതിനൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അതൊക്കെ മറുപടി പറഞ്ഞു. അതിനൊക്കെ എല്ലാ ദിവസവും ചോദിക്കണ്ട. മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രം ഉണ്ടല്ലോ. ഞങ്ങൾ മുഖ്യമന്ത്രി അല്ല, നിങ്ങൾ സംസാരിക്കല്ലേ, ഞാൻ മറുപടി പറയല്ലേ. അയ്യോ, അങ്ങയുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ ഉത്തരം മുട്ടിപ്പോയെന്ന് എഴുതിക്കും. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളമാണ്. പച്ചക്കള്ള ഞാൻ വീണ്ടും ആവർത്തിച്ച് പച്ചക്കള്ളാണ്. കൈരളി എന്തും പറയും, എന്ത് വൃത്തികേടും പറയും. ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തിലാണ്. ആ ഒരു കാരണവശാലും പിന്മേൽ നിങ്ങളിപ്പോ നിങ്ങളൊന്ന് അതാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നല്ല. ചെല്ലു പറഞ്ഞോ. നമസ്കാരം. സത്യം പുറത്തു വരുമ്പോൾ നിലവിളിച്ചിട്ടോ മാധ്യമങ്ങൾക്ക് നേരെ തട്ടിക്കയറിയിട്ടോ കാര്യമില്ല മിസ്റ്റർ വി ഡി സതീശൻ. ശബരിമലയിലെ പൊന്ന് കവർന്ന കേസിൽ പ്രതിക്കൂട്ടിലായവർക്ക് കോൺഗ്രസിൻ്റെ ഉന്നതങ്ങളിലുള്ള ബന്ധം ഇത്രമേൽ വ്യക്തമായിട്ടും എന്തിനാണ് ഈ ഒളിച്ചുകളി? സാധാരണ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്പോയിൻമെൻറ്റ് കിട്ടാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന 10ാം നമ്പർ ജനപത്തിൽ ശബരിമല സ്വർണ്ണമോഷണ കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഇത്ര നിഷ്പ്രയാസം വിരുന്നുകാരനായി കയറി ചെന്നത്? MP എന്ന നിലയിൽ കൂടെ പോയത് സ്വാഭാവികമാണെന്ന അടൂർ പ്രകാശിൻ്റെ വാദം വിശ്വസിക്കാൻ കേരളം വിഡ്ഢികളുടെ നാടല്ല. പോറ്റി അവിടെ വന്നപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആൻ്റണി പ്രയാർ ഗോപാലകൃഷ്ണനാണ് പോറ്റിയെ സോണിയയ്ക്ക് പരിചയപ്പെടുത്തിയത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ ശ്രമിക്കുന്നത്? കടകംപള്ളിക്കെതിരെ ഉന്നയിച്ച നുണകൾ കോടതിയിൽ പൊളിഞ്ഞപ്പോൾ സാങ്കേതിക വാദങ്ങൾ നിരത്തി രക്ഷപ്പെടാൻ നോക്കുന്ന പ്രതിപക്ഷ നേതാവ് ചോദ്യം ചോദിക്കുന്ന കൈരളി ന്യൂസിനോട് കയർക്കുന്നത് എന്തിനാണ്? സ്വന്തം പാളയത്തിലെ പാളിച്ചകൾ മൂടിവെക്കാൻ മാധ്യമങ്ങൾക്ക് നേരെ വൃത്തികേട് എന്ന മുദ്ര കുത്തുന്നത് പരിഭ്രാന്തി കൊണ്ടല്ലേ? കേരളത്തിലെ നേതാക്കൾ വരുത്തിവെച്ച ഈ വിനയിൽ രാഹുൽ ഗാന്ധി പോലും അസ്വസ്ഥനാണെന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ കോൺഗ്രസ് പടുത്തുയർത്തിയ നുണക്കോട്ടകൾ ഓരോന്നായി തകർന്നടിയുകയാണ്. മുഖ്യമന്ത്രി ഒരു പൊതുചടങ്ങിൽ പങ്കെടുത്ത ചിത്രത്തെ മുൻനിർത്തി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നവർ കാണാതെ പോകുന്നത് ഒന്നാണ്. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആർക്കും വരാം. എന്നാൽ സോണിയാഗാന്ധിയുടെ വസതിയിലെ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് ഒരു മോഷണക്കേസ് പ്രതി അകത്തെത്തിയത് വെറുമൊരു യാദൃച്ഛികതയല്ല, വ്യക്തമായ രാഷ്ട്രീയ ഒത്താശയാണ് അവിടെ ഉണ്ടായത്. ഇന്ന് ചോദിക്കാനുള്ളത് ഇത്രമാത്രം: സോണിയാഗാന്ധിയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചത് ആരാണ്? സ്വന്തം മണ്ഡലത്തിലെ വോട്ടറാണെന്ന് പറഞ്ഞ് കുറ്റവാളിയെ ഉന്നതങ്ങളിലെത്തിച്ച നേതാക്കൾ തടിയൂരാൻ സോണിയാഗാന്ധിയെ കരുവാക്കുകയാണോ? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, കോൺഗ്രസ് യാത്രികൻ N. ശ്രീകുമാർ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N. ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഇത്രമാത്രം ക്ഷോഭിക്കുന്നത്? താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? സോണിയാഗാന്ധിയുമായി അടൂർ പ്രകാശ്, ആൻ്റണി, ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് സ്വർണ്ണ കൊള്ളക്കേസിലെ പ്രതികൾ നിൽക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ മറ്റ് മാധ്യമങ്ങളോടുള്ളതിനേക്കാൾ കൂടുതൽ കൈരളിയോടുൾപ്പെടെ എന്തുകൊണ്ടാണ് വി ഡി സതീശന് ഇത്രമാത്രം ക്ഷോഭം? നമുക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇക്കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ കാതുകൾക്ക് ഇമ്പമല്ലാത്ത കാര്യങ്ങൾ എപ്പോൾ കേട്ടാലും ശരി പരിസരം മറന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രതികരണ സ്വഭാവം, വളരെ മോശപ്പെട്ടൊരു സ്വഭാവം, ഒരുപക്ഷെ പക്വതയാർന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള പെരുമാറ്റ രീതി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. അത് പൂച്ചയ്ക്കാരും മണി കെട്ടും എന്നുള്ളതാണ് പ്രശ്നം. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെയോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ നിന്നോ ഈ ഒരു പെരുമാറ്റ ദൂഷ്യത്തിന് തക്ക വിധത്തിലുള്ള തിരിച്ചടി അല്ലെങ്കിൽ ഈ തിരുത്തൽ പ്രക്രിയ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഒറ്റ കാര്യത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന് ആരെക്കുറിച്ചും എന്തും പറയാം. അതുമാത്രവുമല്ല, അദ്ദേഹത്തിന് എന്ത് കള്ളം വേണമെങ്കിലും നിരത്താം. മൂന്നാമതായി, അദ്ദേഹത്തിന് പറഞ്ഞതിൽ നിന്നും എത്ര വേഗം വേണമെങ്കിലും പിന്തിരിഞ്ഞ് അഭിപ്രായ പ്രകടനം നടത്താനുള്ള ഒരു അട്ടിപ്പേർ അവകാശം പതിച്ചു കിട്ടിയതുപോലുള്ള പെരുമാറ്റ രീതിയാണ് പലപ്പോഴും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കാണിക്കുന്നത്. ഞാനിത് വെറുതെ പറയുന്നതല്ല.
ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ശ്രീ AP വിഭാഗം നടത്തിയിട്ടുള്ള ആ പൊതുസമ്മേളനത്തിൻ്റെ സമാപനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി വേദി വിട്ടു പോയതിനു ശേഷം എത്ര മോശമായിട്ടാണ് ഒരു പക്വതയാർന്ന രാഷ്ട്രീയ നേതൃത്വം ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത വിധത്തിൽ അവിടെ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗം നടത്തിയത്. പ്രസംഗം ആർക്കും നടത്താം, പക്ഷേ അദ്ദേഹത്തെ പോലൊരാൾ പ്രസംഗം നടത്തുമ്പോൾ ആ പ്രസംഗം ചെന്ന് കൊള്ളുന്നത് എവിടേക്കാണ്? അദ്ദേഹം അതിന് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചായിരുന്നാലും ശരി, മറ്റു വർഗീയ കക്ഷികളെക്കുറിച്ചായിരുന്നാലും ശരി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ബദലായിട്ടുള്ള അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ഈ RSS വേദിയിൽ ചെന്ന് നിന്നുകൊണ്ട് ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവരോട് പൊട്ടിത്തെറിക്കുകയാണ്. അത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുകയാണ്. തെളിവ് സഹിതം നിരത്തുമ്പോൾ അതിന് വേറെ ന്യായവാദങ്ങൾ കണ്ടെത്തുകയാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും റീസെൻ്റായി ശ്രീ KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ശ്രീ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം. എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയോടുള്ള ഒരു അന്തരിച്ചു പോയ ഒരാളിനോടുള്ള ബഹുമാനാർത്ഥമായിരിക്കാം ആ വാർത്ത അധിക മാധ്യമങ്ങളും വലുതായി പ്രക്ഷേപണം ചെയ്ത് നമ്മൾ കണ്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, അത്തരത്തിലൊരു വിവാദമുണ്ടായപ്പോൾ ചാടി വീണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി പറയുകയാണ് കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ KB ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയോടും കുടുംബത്തോടും മാപ്പ് പറയണമെന്ന്. എന്നാൽ ആദ്യം മാപ്പ് പറയേണ്ടത് ശ്രീ VD സതീശനല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടി നാട് ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ ഇവിടെ നടക്കുന്നത് പകൽ കൊള്ളയാണ്, തീവെട്ടി കൊള്ളയാണെന്ന് പറഞ്ഞ് ആ സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ സർക്കാരിലെ ഒരു MLA ആയിരുന്ന ആ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്ന ശ്രീ VD സതീശനല്ലേ ഏറ്റവും അധികം സ്ഥാനത്തും അസ്ഥാനത്തും ഒരു രാഷ്ട്രീയ മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് അവിടെ ഈ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്? ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അസ്തിത്വമില്ലാത്ത, ഇൻ്റഗ്രിറ്റി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജൽപ്പനമായിട്ടാണ് പലപ്പോഴും കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ശബരിമലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇന്ന് പറയുന്ന കാര്യമല്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേർക്ക് ഈ അന്വേഷണം തിരിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇതിനെതിരെ ബൂമറാങ് പോലെ കാര്യങ്ങൾ തിരികെ വരുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി അതിൽ നിന്നും പുറത്തു ചാടാനുള്ള വ്യഗ്രതയാണ് പലപ്പോഴും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെപ്രാളമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നത്, പറഞ്ഞതിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് സ്ഥിരതയില്ലാതെ വരുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അദ്ദേഹം തുടർച്ചയായി നടത്തുന്ന വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടത്ര നിലയിൽ സമൂഹത്തിൽ നിന്നും പിൻബലം കിട്ടുന്നില്ല. സുരേഷ് കുമാർ, അതായത് ചോദ്യം വരുന്നത് സോണിയാഗാന്ധിയോടൊപ്പം അടൂർ പ്രകാശും ഈ ആന്റണി ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്ന ചിത്രത്തെക്കുറിച്ച് ആകുമ്പോൾ അത് സോണിയാഗാന്ധിയുടെ നേർക്കുള്ള ചോദ്യമാകാം, ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്കുള്ള എതിരെയുള്ള ചോദ്യങ്ങളാകാം. അപ്പോൾ ആ ചോദ്യം ഇവിടെ ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ളതാണോ, അതോ രാഹുൽ ഗാന്ധിയൊക്കെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞു എന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പോലെ ഈ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം, കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് അടൂർ പ്രകാശിനും അല്ലെങ്കിൽ ആന്റണിക്കും ചില കോൺഗ്രസ് നേതാക്കൾക്ക് ഇത് പ്രശ്നമായി മാറണം എന്നൊരു ദുഷ്ടലാക്ക് കൂടി ഉണ്ടോ ഈ കോൺഗ്രസ് നേതാക്കൾക്ക്? അവരുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ വരാറുള്ളത് കൊണ്ടാണ് ചോദ്യം. നിങ്ങളങ്ങനെ കാണുന്നുണ്ടോ? അല്ല, അത് അവരുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ശ്രീ അടൂർ പ്രകാശിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനറുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ പ്രശ്നം കുത്തിപ്പൊക്കുന്നതിന് പിന്നിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചില അന്തചിദ്രങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എന്ന രൂപത്തിൽ അദ്ദേഹം ചില സെൻറ്റൻസുകൾ ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ പ്രശ്നം, അതായിക്കൊള്ളട്ടെ. പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഇവിടെ ശ്രീ അടൂർ പ്രകാശ് ആയിരുന്നാലും ശരി, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശനായിരുന്നാലും ശരി, KPCCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആയിരുന്നാലും ശരി, ഇവർക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയേണ്ടുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ട്. ആ ചോദ്യമെന്ന് പറയുന്നത്, എന്തിന് അവിടെ പോയി സോണിയാഗാന്ധിയുടെ 10 ജൻപതിലേക്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ 2 MPമാരുടെ അകമ്പടിയോടുകൂടി സ്വർണം കട്ടു എന്നിപ്പോൾ പറയുന്ന പ്രതിസ്ഥാനത്തുള്ളയാളും ആ കട്ട സ്വർണം വാങ്ങിയയാളും അവരുടെ ഈ 2 MPമാരുടെ അകമ്പടിയോടുകൂടി ആ വീട്ടിലേക്ക്, നമുക്കറിയാം 10 ജൻപത് ഒരു സാധാരണക്കാരുടെ ഒരു വീടല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ
സന്ദർശനാനുമതി നിഷേധിച്ചതുകൊണ്ട് പല കോളിളക്കങ്ങളും പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ള ഒരു ഭവനമാണ് 10 ജൻപത്. കേരളത്തിൽ DICK എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമാകുന്നതിന് കാരണമായത് 10 ജൻപതിൽ അദ്ദേഹത്തിന് സന്ദർശനം നിഷേധിച്ചു എന്ന ഒറ്റ കാരണത്താലാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന സെറ്റ് കാറ്റഗറി ലഭ്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇത്ര വിശാലതയോടുകൂടി ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കും അതുപോലെ തന്നെ ഭണ്ഡാരിക്കും അതുപോലെ 2 MP-മാർക്കും എങ്ങനെ കടന്നു ചെല്ലാൻ സാധിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ മറുപടി പറയണം. മറുപടി പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യസ്ഥതയുണ്ട്. അതുകൊണ്ടാണ് ആവർത്തിച്ച് മാധ്യമ പ്രവർത്തകർ ഈ ചോദ്യം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോടും ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനറോടും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോടും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൈരളിയല്ലേ, നിങ്ങൾ ഇന്ന ചാനലല്ലേ, നിങ്ങൾ ഇന്ന മാധ്യമത്തിൻ്റെ വക്താവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ച് ആട്ടുന്നത് ഉത്തരം മുട്ടുന്നത് കൊണ്ടാണ്. ഇവിടെ നാട്ടിൻപുറത്തൊരു പഴഞ്ചൊല്ലുണ്ട്, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കൊത്തുക. അത് നിങ്ങൾ എത്ര കാണിച്ചാലും ശരി ഈ ചോദ്യം നിങ്ങളുടെ മേൽ രാഷ്ട്രീയമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായി മറുപടി പറയാൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് മറുപടി പറയാൻ അറിയാത്ത ആളൊന്നുമല്ല. അദ്ദേഹത്തിന് അത്യാവശ്യം കാര്യങ്ങൾ നന്നായി സമർത്ഥിക്കാൻ കഴിയുന്ന ആൾ തന്നെയാണ്. ഈ ചോദ്യത്തിന് മാത്രം എന്തേ നിങ്ങൾ ഉത്തരം നൽകുന്നില്ല എന്ന പ്രസക്തമായ ചോദ്യം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നാണ് എനിക്ക്. ശരി, ഞാൻ വരാം. അടുത്ത സുരേഷ് കുമാർ, ഞാനിപ്പോൾ ഈ ഘട്ടത്തിൽ താങ്കളിൽ നിന്ന് ഞാൻ N. ശ്രീകുമാറിലേക്ക് ഒന്ന് പോവുകയാണ്. താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രീ N. ശ്രീകുമാറിൻ്റെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തണമല്ലോ. ശ്രീ N. ശ്രീകുമാർ, അതിനു മുമ്പ് ഞാൻ VD സതീശൻ പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്ന് താങ്കളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. നോക്കൂ, നമ്മുടെ മുമ്പിൽ കുറച്ച് ദിവസങ്ങളായി പല മാധ്യമങ്ങളും ചോദിക്കാത്ത ഒരു ചിത്രമുണ്ട്, ചർച്ച വലുതായി ചെയ്യാത്ത ഒരു ചിത്രമുണ്ട്, വലിയ രീതിയിൽ ആരും ഉത്തരം പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ കാണുന്ന ചില ആളുകൾ വൻ വൃത്തികെട്ടവന്മാരാണ് എന്ന് പറയേണ്ടി വരും. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വൃത്തികെട്ടവൻ, സ്വർണ്ണ കൊള്ളയിൽ 1-ാം പ്രതിയായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ശബരിമലയിലെ ഇത്തരം വൃത്തികേടുകൾ കാണിച്ച ഒരുത്തനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിൻ്റെ കൂടെ ഉള്ള വൃത്തികെട്ടവന്മാരായിട്ടുള്ള ഗോവർദ്ധനുണ്ട്, പിന്നെ വേറെ ഭണ്ഡാരിയുണ്ട്. ഇവരൊക്കെയാണ് ഈ സ്വർണം വിറ്റത്, വാങ്ങിയതും ഒക്കെ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെ ഉള്ള വൃത്തികെട്ടവന്മാർക്കൊപ്പം ജൻപത്തിലെ വളരെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സോണിയാഗാന്ധി അവിടെ ഉണ്ട്. ഒപ്പം നമുക്ക് അടൂർ പ്രകാശ് ഉണ്ട്, ആൻഡ്രോ ആൻ്റണി ഉണ്ട്. ഈ വൃത്തികെട്ടവന്മാർക്കൊപ്പം നിൽക്കുന്ന ചിത്രം, ആ ചിത്രത്തിലെ വൃത്തികേട് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. ഈ വൃത്തികേട് കൈരളി കാണിക്കും. ഈ വൃത്തികേട് ആ ചിത്രത്തിലുണ്ടെങ്കിൽ ആ ചിത്രം നമ്മൾ കാണിക്കുമ്പോൾ ആ വൃത്തികേട് ആളുകൾ കാണും. ഈ വൃത്തികേട് എല്ലാം കാണിക്കുന്ന മാധ്യമമാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത് കൊണ്ടായോ VD സതീശൻ? അങ്ങനെയാണോ അതിനോട് പ്രതികരിക്കേണ്ടത് ശ്രീ N. ശ്രീകുമാർ? നോക്കൂ ഡോക്ടർ ലാലേ, നിങ്ങളിങ്ങനെ ചുമ്മാ ഒരു പടത്തെ ഇങ്ങനെ ഓരോ മാസവും ചർച്ച ചെയ്തുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ബസ്സിൽ കിടന്ന് ഓടിയിട്ട് കാര്യമില്ലല്ലോ. ബസ്സാണ് ഓടുക, ബസ്സിൽ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. ഇവിടെ ശ്രീ സുരേഷ് കുമാർ VD സതീശനെ വല്ലാതെ ഭയക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഞാനിപ്പോൾ കാണുകയാണ്. എന്താ VD സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ? പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരത്തിലല്ലേ പറയുക, അല്ലാണ്ട് മുഖ്യമന്ത്രിക്ക് ജയ പാടാനാണോ പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവ് ഇന്ന് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ പോയിട്ട് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ പേരാണ്. അത് മുഖ്യമന്ത്രി പറയില്ലല്ലോ, അത് പ്രതിപക്ഷ നേതാവ് പറയുമല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കടമയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് CPM-ലെ പ്രതിസന്ധിയിലാക്കി എന്നുള്ളത് ഇന്നലെ നിയമസഭ വിട്ടിറങ്ങിയ ശേഷമുള്ള അവരുടെ പ്രകടനത്തിന് ശേഷം ശൈലജ ടീച്ചർ പറഞ്ഞത് നമുക്കറിയാം. അതുമാത്രമല്ല, ഇവിടെ ഒരു ചിത്രം സോണിയാഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രം ഒരു 4-5 മാസമായിട്ട് പുറത്തു വന്ന ചിത്രമാണ്. അതിങ്ങനെ ദിവസവും ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബിയോട് ചോദിച്ചു. അപ്പോൾ MA ബേബി പറഞ്ഞു, അതൊരു സോണിയാഗാന്ധി ഇതിലേക്ക് വലിച്ചഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ ഈ ലാലിപ്പോൾ വൃത്തികെട്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? ഇന്നലെ കടകംപള്ളി സുരേന്ദ്രനോട് തിരുവനന്തപുരത്ത് വാർത്താലേഖകർ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞതല്ല, ഈ വൃത്തികെട്ട എന്ന വാക്ക് പറഞ്ഞത് VD സതീശൻ, സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം കൈരളി വൃത്തികേട് കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഫോട്ടോയിലുള്ളത് ഇത്തരം വൃത്തികേടുകളാണ്, അത് കാണിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ വൃത്തികേട് കാണേണ്ടി വരുന്നത് എന്നതാണ് പറഞ്ഞത്. ആ വൃത്തികേട് താങ്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു വിശദീകരണമില്ല.
അതെന്തുകൊണ്ടാണ് വിശദീകരിക്കാത്തത് എന്നത് കൂടി ഇല്ലേ ചോദ്യം ശ്രീ എൻ ശ്രീകുമാർ? എൻ്റെ ലാലെ, ഈ വെറുതെ നിങ്ങൾ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ഇങ്ങനെ ദിവസവും പറഞ്ഞു, ഞാൻ അതേ പറഞ്ഞില്ല, ബസ്സിൽ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. ആ ചിത്രവും സോണിയാഗാന്ധി ഒന്നും ഇപ്പോൾ വിഷയമല്ല. നോക്കുന്നത് കൊണ്ടാണ്. ബസ്സിനകത്തല്ല സർ, നമ്മൾ പുറത്താണ്. ബസ്സിനകത്ത് അങ്ങെന്തോ അങ്ങയുടെ ആ കണ്ണാടിക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അങ്ങേക്ക് തോന്നുന്നത് ബസ്സിനകത്താണെന്ന്. നമ്മൾ പുറത്താണ് ഓടുന്നത്. നോക്കൂ, കണ്ണ് തുറന്നു നോക്കൂ. അതെ, ഞാൻ പറയട്ടെ അതായത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണമല്ലോ. ഇപ്പോൾ മറ്റേ കൈരളി വൃത്തികേടുകൾ കാണിക്കുന്നു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കൈരളി ചാനലിൻ്റെ ആ ലേഖകൻ ഇന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. അല്ലാണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് കൈരളി വൃത്തികേട് കാണിക്കുന്നു അല്ല പറഞ്ഞേ. VD സതീശനോടെ അതായത് ഒരു വാർത്താ സമ്മേളനത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൊക്കെ ഉണ്ടല്ലോ പരിമിതികൾ. അല്ലെന്നേ, മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദ്യം ചോദിക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ. മുഖ്യമന്ത്രി എന്താ മറുപടി പറയുക? മുഖ്യമന്ത്രി മറുപടി ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം എല്ലാ ചോദ്യങ്ങളെയും എടുത്ത് ഉത്തരം പറയാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് അതിനകത്ത് എതിർപ്പുണ്ടോ? VD സതീശൻ ചില ചോദ്യങ്ങൾ വൃത്തികേടാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. മുഖ്യമന്ത്രി വൃത്തികേടാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ചോദ്യം ഒന്ന് പറയാമോ കഴിഞ്ഞ കുറച്ച് വാർത്താ സമ്മേളനങ്ങളിൽ? ലാലേ, ഒരു 100 എണ്ണം പറയാം. വെറുതെ എന്തിനാ നിങ്ങൾ ഇത് വെറുതെ മുഖ്യമന്ത്രി ഒന്ന് വലിച്ചഴക്കേണ്ടതിലേക്ക് നമുക്ക് നമ്മളത്തെ ഈ വിഷയത്തിലേക്ക് വരാം. അതായത് ശ്രീ പിണറായി വിജയൻ മാധ്യമങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് അല്ലെന്നേ. നിയമസഭയിൽ മാധ്യമപ്രവർത്തകരെ, കൈരളി ചാനലിൻ്റെ റിപ്പോർട്ടറെയും ക്യാമറമാനെ അടക്കം കടത്താത്ത ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത്? മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് ബുധനാഴ്ച വാർത്താ സമ്മേളനം നടത്താതെ മാറി നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചാണോ നമ്മൾ പറയേണ്ടത്? കടക്കുപുറത്തെ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കേണ്ടത്? എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗം കഴിയുമ്പോൾ മാധ്യമങ്ങളെ കാണുന്ന ഉമ്മൻചാണ്ടി കണ്ടതുപോലെ കാണണം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എല്ലായിടത്തേക്കും ആളുകളെ കടത്തി വിടുന്നത് പോലെ എല്ലാവരും തള്ളിക്കയറി ചെല്ലണം എന്ന് പിണറായി വിജയൻ സമ്മതിക്കുന്നില്ല എന്ന് എന്തിനാണ് നമ്മൾ പരാതിപ്പെടുന്നത്? അദ്ദേഹം മാന്യമായി അതിന് സമയം കണ്ടെത്തുന്നു, മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കുന്നു, ആ ചോദ്യങ്ങളെല്ലാം എടുക്കുന്നു, എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ നൽകുന്നു. VD സതീശനും അത് ചെയ്യാമല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം പേടിക്കുന്നു? കൈരളി പേടിക്കുന്ന എന്തിനാണ് അദ്ദേഹം? ലാലേ, കൈരളിയെ പേടിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇത് കേൾക്കുന്ന CPM സഖാക്കൾക്ക് ഒരാവേശം വരുത്തിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ യാഥാർത്ഥ്യം കാണൂ. അതായത് VD സതീശൻ എന്നും പത്രലേഖകരെ കാണുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ പോയി കാണാൻ ശ്രമിച്ചാൽ അദ്ദേഹം നിന്ന് തരും, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും, തർക്കുത്തരം ഒക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. അതുപോലെ മുഖ്യമന്ത്രി എന്തായാലും ഉമ്മൻചാണ്ടിയെ പോലെ നിന്ന് തരുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നിൽ പത്രലേഖകരുടെ ചോദ്യങ്ങളെ ഭയക്കുന്നുകൊണ്ടാണ്. ഇവിടെ വിഷയം അതല്ല, അത് നിൽക്കട്ടെ. ഇവിടെ കൊള്ളയാണല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ നമ്മുടെ എന്തുകൊണ്ടാണ് ഇന്നലെ ശൈലജ ടീച്ചറുടെ ആ ഒരു പ്രസ്താവന തന്നെ ഞാൻ തൽക്കാലം പറയാം. അപ്പോൾ കടകംപള്ളി അതാണല്ലോ പറഞ്ഞു വന്നത്. കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചു സോണിയാഗാന്ധിയെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സോണിയാഗാന്ധി ഇങ്ങനെ കളങ്കിതനായ ഒരാളെ വീട്ടിൽ കയറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞു. അസംബ്ലിയിൽ എന്താ പറഞ്ഞത്? ശിവൻകുട്ടി എന്താ പറഞ്ഞത്? സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണം, സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണ്ണമുണ്ട്. അതേ നിയമസഭയിലെ MLA പുറത്തുനിന്ന് വേറെ പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്? പാർട്ടിയെ വെട്ടിലാക്കി കടകംപള്ളി എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളുടെ ഇന്നത്തെ ഹെഡിങ് ഉണ്ടല്ലോ, തടിയൂരാൻ സോണിയെ കരുവാക്കുന്നു. തടിയൂരാൻ സോണിയെ കടകംപള്ളി കരുവാക്കി ഇന്നലെ പറഞ്ഞു. അവിടെ വിഷയം. കൈരളിയെ ഹെഡിങ് ഇങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. ശ്രീ എൻ ശ്രീകുമാർ, MA ബേബിയോ കടകംപള്ളി സുരേന്ദ്രനോ സോണിയാഗാന്ധിയോട് കാണിച്ച മാന്യത എന്തുകൊണ്ട് VD സതീശൻ കാണിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹവും അതുപോലെ കൃത്യമായി സംശയത്തിനിട നൽകാത്ത വിധം ഉത്തരം പറയേണ്ടിയിരുന്നില്ലേ? ഈ ചിത്രത്തിൽ കാണുന്ന ആളുകളെ ആരാണ് അവിടെ കൊണ്ടുവന്നത്, എന്തിനാണ് അവർ അവിടെ പോയത് എന്ന് പറയേണ്ടത് കോൺഗ്രസ് നേതാക്കളല്ലേ? പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾ വരില്ലല്ലോ, ഈ ചർച്ച വരില്ലല്ലോ. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ല അതിന്. അതായത് അപ്പോൾ അങ്ങനെ കടകംപള്ളിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞു. നിയമസഭയിലെ സ്വർണം കട്ടത് കോൺഗ്രസ് ആണ് ഇത് പാടിയോണ്ട് കാര്യമുണ്ടോ? ശൈലജ ടീച്ചർ പുറത്തു വന്ന് പറഞ്ഞു പോറ്റിയെ കയറ്റിയത് UDF, പോറ്റിയെ അറസ്റ്റ് ചെയ്തത് LDF. അപ്പോൾ ജയിലിൽ കിടക്കുന്ന CPM എങ്ങനെ എത്തി? അതിന് ടീച്ചർക്ക് ഉത്തരവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ കോൺഗ്രസ് ആക്കട്ടെ എന്ന് പിള്ളേർ പറയുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്വേഷണം തീർന്നില്ലല്ലോ, അന്വേഷണം മുന്നോട്ട് പോവുകയല്ലേ. അതിലല്ലേ നമുക്ക് ഈ ഫോട്ടോ അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കണമെന്ന് നിങ്ങൾക്ക് ആർക്കും വാദമില്ലാത്തത് എന്തുകൊണ്ടാണ്? നോക്കൂ, അതിന് സതീശൻ വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
ഒരു വീഡിയോയിലും ഒരു ചിത്രത്തിലും മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നില്ലല്ലോ, ഇല്ലല്ലോ എന്ന്. പക്ഷേ ആ വീഡിയോയെക്കുറിച്ചും ചിത്രത്തെക്കുറിച്ചും കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ആ തെളിവുണ്ടല്ലോ. അതെന്ത് വീഡിയോയാണ്? അത് ഒരു പൊതു ഫംഗ്ഷനിൽ മാധ്യമപ്രവർത്തകർ കൂടി ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ ഈ ഭീമയുടെ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട അവർ സംഭാവന നൽകിയ ഒരു ആംബുലൻസ് താക്കോൽ കൈമാറുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തതാണ്. അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത്. അവരുമായിട്ട് വ്യക്തിപരമായി വേറെ ഒരു ബന്ധവും ഉള്ളതിൻ്റെ സൂചനകളുമില്ല. അത് നമ്മൾ കണ്ടു. സോണിയാഗാന്ധി അങ്ങനെയാണോ? സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ആരാണ് കൊണ്ടുവന്നത്? അടൂർ പ്രകാശ് പറഞ്ഞു ഞാൻ MP ആയതുകൊണ്ട് അവിടെ പോയി. മറ്റേ ആൻ്റണി പറയുന്നു ഞാനല്ല കൊണ്ടുവന്നത്, അയ്യോ അത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. എന്തിന് പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ കൊണ്ടുവന്നു? ആരാണ് അദ്ദേഹത്തിന് അത് ഏർപ്പാടാക്കി കൊടുത്തത്? അന്വേഷിക്കണ്ടേ? നോക്കൂ, അതായത് ഇന്ന് VN വാസവൻ്റെ ഒരു അഭിമുഖം ഒരു ചാനലിലുണ്ടായിരുന്നു. ആ ചാനലിൽ അദ്ദേഹം ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആ ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാം. അതിൽ അദ്ദേഹം പറഞ്ഞു 2004 പോറ്റി ശബരിമല വന്നത്. പോറ്റി 2004 1 90 വന്നിട്ടുണ്ടോ? ശബരിമല പോകുന്ന ആർക്കും കുഴപ്പമില്ലല്ലോ. പക്ഷേ ഈ വക വിഷയങ്ങൾ ഇടപെട്ട എന്നാണ്. അത് 2019 അന്ന് ആരായിരുന്നു ദേവസ്വം മന്ത്രി? അന്ന് ആരായിരുന്നു ദേവസ്വം ഭരിച്ചത്? ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് CPM നേതാക്കളും CPIയുടെ ഒരു നേതാവും ജയിലിൽ കിടക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ കോൺഗ്രസ് ആണെന്നൊക്കെ പറഞ്ഞ് സ്വയം സമാധാനിക്കാം. ഞാൻ പറഞ്ഞു വന്നാൽ അത് അവസാനം 2019 മുമ്പാണോ 2019 ശേഷമാണോ? എപ്പോഴാണ് ഈ സോണിയാഗാന്ധി ഇവരെല്ലാവരും കൂടി പോയി കണ്ടത്? അത് അങ്ങേക്ക് അറിയാമോ? 2014 UPA ചെയർപേഴ്സൺ അയക്കുന്ന സമയത്തല്ലേ? അന്ന് ഈ ഉണ്ണികൃഷ്ണൻ അതിനെ ചോദിച്ചതെന്നാ ഞാൻ പറഞ്ഞുതരാം. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാളെ ശബരിമലയിലത്തെ ഒരു കീഴ്ശാന്തിക്കാരനോ എന്തോ അദ്ദേഹത്തിന് സോണിയാഗാന്ധിയെ കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി കണ്ടു, ഫോട്ടോ എടുത്തു, വന്നു. ആ ചിത്രം അവസാനിച്ചു. അതുകൊണ്ടാണ് MA ബേബിയും CPM ഇതിൽ 2 എന്റെ ലാലൻ, നിങ്ങൾ പത്രമൊന്നും വായിക്കുന്നില്ലേ? പത്രം എനിക്ക് അത്ര വിശ്വാസമില്ല സാർ. TV ഒന്നും കാണുന്നില്ല. പത്രവും മാധ്യമങ്ങളൊന്നും നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റാത്ത കൈരളി ചാനലെങ്കിലും കാണൂ. അല്ല, കൈരളി ചാനലിൽ ഞാനത് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഡോക്ടർ ലാലെ കൈരളി ചാനൽ കാണൂ. MA ബേബിയുടെ പ്രസ്താവന എടുത്ത് നോക്കൂ. കടകംപള്ളിയുടെ ഇന്നലത്തെ പ്രസ്താവന. അതായത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത് എന്തിനാണെന്നുള്ളതിന്റെ ചോദ്യം ചോദിക്കണോ, ഉത്തരം പറയണോ എന്നത് MA ബേബി പറഞ്ഞാൽ കേട്ടാൽ മതി, കടകംപള്ളി പറയുന്നത് കേട്ടാൽ മതി. അത് കോൺഗ്രസ് നേതാക്കൾ ആരും പറയില്ല. സോണിയാഗാന്ധിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് CPM നേതാക്കൾ പറയുന്ന അഭിപ്രായം എടുത്താൽ മതി എന്നാണ് N. ശ്രീകുമാർ പറയുന്നത് അല്ലേ? എനിക്ക് പെട്ടെന്ന് അടുത്ത അതിലേക്ക് ഒന്ന് പോകണം, താങ്കളൊന്ന് പൂർത്തിയാക്കിയാൽ. CPM നേതാക്കൾ സത്യം പറഞ്ഞാൽ അംഗീകരിക്കണ്ടേ? യാഥാർത്ഥ്യം പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണ്ടേ? നമ്മൾ CPM MA ബേബിയുടെ പറയാൻ പറ്റുമോ? നിങ്ങളെ സോണിയാഗാന്ധിയോട് കുറ്റം പറയാൻ പറ്റുമോ? ഒരു പരാതി കൊടുക്കട്ടെ എന്ന് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞ ശിവൻകുട്ടി ഒരു പരാതി എടുത്ത് കൊടുക്കട്ടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ. അല്ല, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ സുഹൃത്ത് സുരേഷ് കൊടുക്കട്ടെ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നവരെ പരാതി എഴുതി കൊടുക്കുക രേഖാമൂലം. അസംബ്ലിയുടെ പരിരക്ഷ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്ത് വന്നിട്ട് പരാതി എഴുതി കൊടുക്കാൻ പറ. അപ്പോൾ കൃത്യമായിട്ട് ഉത്തരം. ശരി. ലാൽകുമാർ നോക്കൂ, ഇതാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ആർക്കും ഉത്തരം പറയാൻ വയ്യ. പക്ഷേ വേണമെങ്കിൽ പരാതി എഴുതി കൊടുക്കട്ടെ എന്ന് വരെ വെല്ലുവിളിക്കുന്നുണ്ട് ശ്രീ N. ശ്രീകുമാർ. പല മാധ്യമങ്ങളിലും ഉത്തരമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ശ്രീ N. ശ്രീകുമാർ. അല്ലാതെ കോൺഗ്രസിനൊരു വിശദീകരണമില്ല, ഔദ്യോഗികമായ ഒരു വിശദീകരണമില്ല എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച്. ഇത് മതിയോ? അല്ല, ഇവിടെ 2 വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ ഈ സൂം ലിങ്കിൽ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനത് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. നോക്കൂ, ഒന്ന് VD സതീശനുമായി ബന്ധപ്പെട്ട്, അടുത്തത് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട. VD സതീശനുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യം പറയാം. VD സതീശന്റെ ശരീരഭാഷയിലുള്ള ഒരു പ്രശ്നം, അതൊരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന ശരീരഭാഷയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം വലിയ പദവിയിലിരിക്കുന്ന ആളാണ്, മുഖ്യമന്ത്രിയെ എതിർക്കേണ്ട ആളാണ്, ഇടതുപക്ഷത്തെ എതിർക്കണം, ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ ഇതുവരെ കൈ ചൂണ്ടി മാധ്യമങ്ങളുടെ മുന്നിൽ കൈ ചൂണ്ടി മറ്റൊരാളെ വെല്ലുവിളിക്കുന്ന ഒരാളെ, ഒരു പ്രതിപക്ഷ നേതാവിനെയോ മുഖ്യമന്ത്രിയോ ആരെയും കണ്ടിട്ടില്ല. പ്രസംഗത്തിനിടയ്ക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം കാണിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊരു ശരിയായ ശരീരഭാഷയാണോ? നമ്മുടെ ശരീരഭാഷ എന്നാൽ നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു കാര്യമാണല്ലോ പുറത്തു വരിക. നമ്മുടെ ശരീരഭാഷ എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ല, മാറിക്കൊണ്ടേയിരിക്കാം. ഇപ്പം പണ്ട് അഗ്രസീവായിട്ട് സംസാരിച്ചിട്ട് ഒരാളാണ് ഞാൻ. അപ്പൊ എത്രയും ഞാൻ അഗ്രസീവ് ആകാറില്ല. കാര്യം അങ്ങനെയാണ്, കമ്പോസർ വരിക എന്നുള്ളത് ആവശ്യവുമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പദവിക്ക്
വേണ്ട ഒരു കമ്പോഷർ അദ്ദേഹം പലപ്പോഴും പുലർത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതാണ് ആദ്യത്തെ പ്രശ്നം. പിന്നെ ചോദ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഒരു സമീപനം, നോക്കൂ, ചോദ്യങ്ങളോടുള്ള ഇപ്പം കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുകയാണ്, ഇപ്പം ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ്. അദ്ദേഹം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ അദ്ദേഹം അപ്പം പറയും KPCC പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതി. ഒരിക്കലും അദ്ദേഹം മറുപടി പറയില്ല. കാര്യം ഗോളടിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നത് സതീശന്റെ ഒരു പ്രത്യേക സ്വഭാവമായി മാറിയിരിക്കുന്നു. നിങ്ങളിപ്പോ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ രമേശ് ചെന്നിത്തല ചിലപ്പം ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞൊഴിയുമായിരിക്കും. അങ്ങനെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. മറ്റു കോൺഗ്രസ് നേതാക്കന്മാർ പൊതുവേ ചെയ്യുന്ന അതാണ്. ഇപ്പൊ സണ്ണി KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സമീപനവും ചിലപ്പോൾ അദ്ദേഹം അറിയില്ല എന്ന് പറയും, ഒഴിഞ്ഞു മാറും, ഒക്കെ ചെയ്യും. പക്ഷെ മറ്റൊരാളോട് പോയി ചോദിക്കേ എന്ന് VD സതീശനോട് പോയി ചോദിക്കേ എന്ന് സണ്ണി ജോസഫ് എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം അത് പറയില്ല. പക്ഷെ സണ്ണി ജോസഫിനോട് പോയി ചോദിക്കേ എന്ന് VD സതീശൻ പലപ്പോഴും പറയും. അത് KPCC പ്രസിഡന്റ് അല്ലേ, അതുകൊണ്ട് പാർട്ടിയുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറഞ്ഞു വിടിയാം. പക്ഷെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ തീരുമാനിക്കുന്നത് VD സതീശൻ എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വിമർശനം ഉന്നയിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഓണസ് അല്ലെങ്കിൽ ബേർഡൻ ഷിഫ്റ്റ് ചെയ്യുന്ന രീതി, അദ്ദേഹത്തോട് ചോദിക്കൂ എന്ന് പറയുന്നത് പോലും അദ്ദേഹത്തിന് എന്തോ ഒരു വെപ്രാളമുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു അവതരിപ്പിക്കുന്നത്. അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അദ്ദേഹത്തിന്റെ ശരീരഭാഷ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രിയോടുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറയാറുണ്ട്. ഇറക്കി വിടേണ്ടവരെ ഇറക്കി വിട്ടിട്ടുണ്ട്. അതിന് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. കണക്ക് പുറത്ത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് കണക്ക് പുറത്ത് എന്ന് പറയേണ്ട സാഹചര്യത്തിൽ തന്നെയാണ്. ആ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാനുള്ള കഴിവുണ്ടെന്ന് കൂട്ടിയാൽ മതി. അത് മാധ്യമപ്രവർത്തകരെ ഇറക്കി വിടേണ്ടടുത്തൊന്നും ഇറക്കി വിടുമെന്നേ മാധ്യമപ്രവർത്തകർക്ക് എന്നെ ഒക്കുമ്പോണ്ടോ? ശ്രീകുമാരിയുടെ ഒരു മാധ്യമപ്രവർത്തകൻ കൂടെ ആയതുകൊണ്ട് തോന്നുന്നതാണ്. ഇവിടെ മാധ്യമപ്രവർത്തകരുമായി കാണിക്കുന്ന കോപ്രായങ്ങൾ, വൃത്തികേടുകൾ നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന് മാധ്യമപ്രവർത്തകർ ഏതാണ്ട് വിശുദ്ധ പശുക്കളാണെന്നുള്ള ഒരു ധാരണ നമുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിച്ചു. അടുത്തത് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരാം. നോക്കൂ, സോണിയാഗാന്ധി ഈ പറയുന്ന ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആണെന്ന് ആരും ഇവിടെ പറയുന്നില്ല. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. പോറ്റി വലിയ കള്ളത്തരം കാണിച്ച ഒരാളാണെന്ന് നമ്മുടെ മുന്നിൽ സുവ്യക്തമായി നമുക്ക് തെളിവുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതാണ് കോടതി പോലും ഏതാണ്ട് അവരുടെ പരാമർശങ്ങളിൽ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ രണ്ട് സ്വർണ്ണ കച്ചവടക്കാരും അല്ലെങ്കിൽ ഭണ്ഡാരി, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നു. ഇപ്പൊ ശ്രീകുമാറിയേട്ടന്റെ ഭാഷ എടുത്താൽ 2013-2014 UPA-യുടെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുമ്പോഴാണ് അവരെ പോയി കണ്ടത്. UPA-യുടെ ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് അന്ന് SP സെക്യൂരിറ്റി ഉണ്ട്, ഡിസറ്റ് കാറ്റഗറി സെക്യൂരിറ്റി അല്ല. പ്രധാനമന്ത്രിയെക്കാട്ടിലും ശക്തമായ ഒരു ഓഫീസായി ജൻപത്ത് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് ശബരിമലയിലെ ഒരു തന്ത്രിക്ക് അവിടെ പോകണമെന്ന് അറിഞ്ഞു. അപ്പൊ ഞങ്ങൾ അതുവഴി പോയി കയറി. ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അതിന് വിശദീകരണം ആകില്ല. ഒന്നാമത്തെ കാര്യം, അടൂർ പ്രകാശിലേക്ക് എനിക്ക് വലിയ വിശ്വാസമാണ്. അടൂർ പ്രകാശ് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമുണ്ട് ശ്രീ ലാൽകുമാർ. ഈ ഒറ്റ കാര്യം, അതിനകത്തൊരു ഫാക്ച്വൽ പ്രശ്നമുള്ളത്, ഈ അടൂർ പ്രകാശ് MP ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു പ്രജ എന്നുള്ള നിലയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചപ്പോൾ പോയെന്നാണ് പറഞ്ഞത്. അത് 2019 ശേഷം. ഞാൻ പറയട്ടെ, എനിക്ക് കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ട്. ഞാൻ പറയാൻ പോകുന്നതിനെ കുറിച്ച്. അടൂർ പ്രകാശിനെ അവിടെ കേട്ടത്തില്ല. കാര്യം കരുണാകരനെ കയറ്റാത്തടത്താണ് അടൂർ പ്രകാശിനെ കയറ്റുന്നത്. അടൂർ പ്രകാശ് എന്ന് പറഞ്ഞാൽ UDF-ന്റെ ചെയർപേഴ്സണായിട്ട് അല്ലെങ്കിൽ ചെയർമാനായിട്ടിരിക്കുന്നു എന്നുള്ളതല്ല. അടൂർ പ്രകാശ് ഒക്കെ ഡൽഹി ചെന്ന അടൂർ പ്രകാശിനെ ആർക്കും അറിയത്തുപോലുമില്ല. സോണിയാഗാന്ധിക്ക് അറിയാവുന്ന തന്നെ എനിക്ക് സംശയമാണ്. അടൂർ പ്രകാശ് ഇവിടെ ഒരു വലിയ സംഭവമായിട്ട് അങ്ങോട്ട് കളിക്കുന്നു എന്നുള്ളതല്ലാതെ അടൂർ പ്രകാശ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോറ്റിയുടെ കൂട്ടത്തിലാണ് പോയത്. അടൂർ പ്രകാശ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതാണ്. അത് വിശ്വസിച്ചാൽ പോറ്റിയുടെ കൂട്ടത്തിൽ അടൂർ പ്രകാശ് പോകണമെങ്കിൽ അപ്പൊ അടൂർ പ്രകാശിനെക്കാട്ടിലും ശക്തിയുള്ള ആളാണ് പോറ്റി സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പൊ ഏത് രീതിയിലാണ്? എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. അത് ഞാൻ സ്വർണ്ണക്കടത്തുമായിട്ടോ അല്ലെങ്കിൽ ഒന്നുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നില്ല. ആരാണ് ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത്? സോണിയാഗാന്ധിയെ ജൻപത്തിൽ പ്രധാനമന്ത്രിയെക്കാട്ടിലും ശക്തമായിരുന്ന ഒരു ഓഫീസ്. നോക്കൂ, അതിനനുസരിച്ചാണ് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഒരു പുസ്തകം സഞ്ജയ് ബാലു എഴുതുകയും അത് വലിയൊരു വിഷയമാകും. കാര്യം ഫയലുകൾ പോലും ജൻപത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു കാലത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഈ പോച്ചിക്ക് എങ്ങനെ ചെല്ലാൻ പറ്റി? ആരാണ് അപ്പോയിന്റ്മെന്റ് എടുത്തത്? എങ്ങനെയാണ് കൊടുത്തത്? എന്ത് പർപ്പസിനാണ് വിസിറ്റ് ചെയ്തത്?
അത് പറഞ്ഞേ മതിയാവും. അത് ചോദിക്കുമ്പോൾ ബസ് ഓടുന്ന ബസ്സല്ലേ, അതിനകത്തോട് നടക്കണ്ടായല്ലോ എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളത് ഇത്രയും കാര്യം വളരെ ലളിതമായ ചോദ്യമല്ലേ ഇത്. ഈ ലളിതമായ ചോദ്യത്തിന് ലളിതമായ ഉത്തരം സോണിയാഗാന്ധിയുടെ ഓഫീസ് ഒരു കൺഫർമേഷൻ തരുന്നു, ഇന്നതാണ് സംഭവിച്ചത് എന്ന് പറയുന്നിടത്ത് ആ പ്രശ്നം തീർന്നു. ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരാൾ പറയുന്നു സോണിയാഗാന്ധിക്ക് സുഖമില്ലാത്തത് കൊണ്ട് കയ്യേൽ കെട്ടാൻ പോയതാണ്. സോണിയാഗാന്ധിയുടെ അസുഖ വിവരമൊക്കെ ഈ ലോകം അറിഞ്ഞത് എപ്പോഴാണെന്നേ, ചുമ്മാ വന്നിരുന്ന് കള്ളം പറയുകയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞ പിന്നാണ് സത്യത്തിൽ ലോകത്തിൽ വലിയൊരു സോണിയാഗാന്ധിക്ക് ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ പറയുന്ന UPA ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തൊന്നും വലിയ അവർ അസുഖം കാണുമായിരിക്കാം, അസുഖ വിവരത്തെ കുറിച്ച് ഒരു ധാരണയില്ല. അസുഖത്തെ കുറിച്ച് അത്ര ധാരണ ഉള്ളവരുണ്ടെങ്കിലും കേരളത്തിലെ വക്താക്കന്മാർക്ക് അറിയാനുള്ള ഒരു സാധ്യതയില്ല. കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ വക്താക്കന്മാർ അറിയാനുള്ള ഒരു സാധ്യതയില്ല. VRM ഷഫീറാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. ഇന്ന് അതുപോലെ തന്നെ വസന്ത് പറയുന്നത് കേട്ടു, അത് കൈ കെട്ടിക്കൊടുക്കാൻ പോയത് ഇന്ന ഒരു വിഷയം കൊണ്ടാണ്. ഇതൊക്കെ നമുക്ക് ആർക്കാ ഇത് അറിയുന്നേ? സുഖമില്ലായിരുന്നു 2014. ഇനി അതിന്റെ ആ റീസണാണ് രസം. 2014 ഇവർക്ക് അസുഖമുണ്ടോ? എന്റെ അറിവിലില്ല. ഏതെങ്കിലും കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതറിയണ്ടേ? ഇതെങ്ങനെ അറിയും? ഇതെങ്ങനെ അറിയും? ആര് പറയണം? അതാ ഞാൻ പറയാം. നോക്കൂ, അതിന് നമ്മൾ അടൂർ പ്രകാശിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞ അടൂർ പ്രകാശിനെ അവിടെ കേട്ടത്തില്ല. അടൂർ പ്രകാശിനോട് നമുക്ക് ചോദിക്കാൻ കഴിയുന്ന കാര്യം, അടൂർ പ്രകാശ് എന്തിനാണ് ഇയാളെ ബാംഗ്ലൂരിൽ വെച്ച് കണ്ടത്? മറ്റു കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഇടപാടുണ്ടോ? ഈ ചോദ്യങ്ങൾ SITക്ക് ചോദിക്കാം, അവർ ചോദിക്കട്ടെ. രാഷ്ട്രീയമായിട്ട് നമുക്ക് കടകംപള്ളിയോട് ചോദിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് അടൂർ പ്രകാശുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ചോദിക്കാനുള്ള ബാധ്യതയില്ലേ? നമുക്ക് അതിനുള്ള റൈറ്റ്സ് ഇല്ലേ? കടകംപള്ളിയുടെ കാര്യം മാത്രം നിങ്ങൾ ചോദിക്കുക, കടകംപള്ളി മാത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒക്കുന്നേ? കാര്യം ഇതിനു മുമ്പ് ദേവസ്വം മന്ത്രിയായിരുന്നവരും അധികാരത്തിൽ ഇരുന്നവരും, സോണിയാഗാന്ധി പ്രധാനമന്ത്രിക്ക് മേളിലിരുന്ന ഒരു കാലം തൊട്ടേ ഇവർക്ക് ബന്ധമുണ്ട്. അതാണല്ലോ പ്രശ്നം. അത് ഞാൻ ആദ്യം നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ സൂചിപ്പിച്ചു. പണ്ട് ബെല്ലാരിയിൽ ഇവർ മത്സരിച്ചതാണ്. ആ കർണാടക ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലായിരിക്കും പോയിരിക്കുന്നത്. ഇവരൊക്കെ കള്ളന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വീകരിച്ചത് ആണോന്നുമില്ല, പക്ഷെ ഇവരൊക്കെ കള്ളന്മാരായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ ഓഫീസ് വിശദീകരിക്കാത്തടത്തോളം കാലം ഇത് ബസ് ഓടുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് കൃത്യമായ മറുപടി കിട്ടിയില്ല എങ്കിൽ വീണ്ടും 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 ഇത് റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് രാഹുൽ ഗാന്ധി അപ്സെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ VD സതീശൻ ഇറങ്ങി ഓടിയിട്ടോ ബസ്സേ കൂടെ ഓടി മുന്നിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന അടൂർ പ്രകാശിനെ പുറകിൽ കണ്ടക്ടർ പിടിക്കാൻ പോകുന്നതൊന്നും ഇവിടെ വിഷയമല്ല. ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ശരി, അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, നോക്കൂ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് VD സതീശൻ ഇങ്ങനെ വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. കൈരളി ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ വൃത്തികേടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങളുടെ ഉത്തരം അറിയണ്ടേ? അത് എന്തിനാണ് ഈ പോറ്റി അവിടെ പോയത്, ഈ കയ്യിൽ ഇത് കെട്ടിക്കൊടുത്തത് എന്നുള്ളതിനപ്പുറം, അതറിയുക എന്നുള്ള വ്യക്തിപരമായ ചോദ്യങ്ങൾക്കപ്പുറം ഈ സ്വർണ്ണക്കൊള്ളയുമായി ഇത് എന്താണ് ഇതിനുള്ള ബന്ധം എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ ചോദ്യം അന്വേഷിക്കുന്നവർക്കെങ്കിലും വേണ്ടി വരും, അവർക്കെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും, അവർ ചോദിക്കേണ്ടി വരും. അവർ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് തന്നെ പോകണ്ട എന്ന് നമ്മൾ ആഗ്രഹിച്ചാലും പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ വേറെ ഉണ്ടാകുമോ? എന്താണ് ഇവർ ഈ കാണിച്ചു വെക്കുന്നത്? കോൺഗ്രസ് അതിന് ഉത്തരം പറയണ്ടേ? ആരെയാണ് ഇവരൊക്കെ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഉത്തരം പറയാതിരിക്കുന്നത്? ആർക്കൊക്കെ ഉണ്ട് ഈ കോൺഗ്രസിൽ ഈ കാര്യങ്ങൾ പുറത്തു വന്നാൽ പേടിക്കാൻ മടിയിൽ ഖനമുള്ളവർ? ആരൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്. അത്ര നിസ്സാരമാണോ ഇവർ ഈ തള്ളിക്കളയുന്ന പോലെ, വിരട്ടുന്നത് പോലെ അത്ര നിസ്സാരമാണോ ഈ കാര്യങ്ങൾ? ഇത് കൃത്യമായി ഉത്തരം അറിയേണ്ട ചില കാര്യങ്ങൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയല്ലേ? ശ്രീകുമാർ, ബസ്സിനകത്ത് കാര്യങ്ങൾ കൊണ്ടിട്ടത് കൊണ്ട് കാര്യമായോ? സുരേഷ് കുമാർ. അല്ല, ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ പ്രതിനിധി, മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ N. ശ്രീകുമാർ, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM വല്ലാതെ ഭയക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ എന്നാണ്. എത്ര ബാലിശമായിട്ടുള്ളൊരു മറുപടിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഭയക്കേണ്ട കാര്യമുണ്ടോ? ആരെങ്കിലും ഭയന്നിട്ടാണോ ഇവിടെ സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? അത് അദ്ദേഹത്തിന് ആപ്റ്റായി ഈ കാര്യത്തിലൊരു മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്, ഫാക്റ്റ് അതാണ്. ഞാനതിൻ്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ശൈലജ ടീച്ചർ നിയമസഭയിൽ നിന്നും പുറത്തിറങ്ങി വരുന്ന സന്ദർഭത്തിൽ പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണ് എന്ന ആരോപണം ഉന്നയിച്ചു എന്നുള്ളതാണ്. അതല്ലേ വസ്തുത? അല്ലെങ്കിൽ ഖണ്ഡിക്കാൻ താങ്കൾ തയ്യാറാകണം. എൻ്റെ അഭിപ്രായത്തെ ഖണ്ഡിക്കാൻ താങ്കൾ തയ്യാറാകണം. 2004 രേഖകൾ പ്രകാരം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ഠര് രാജീവർ, അദ്ദേഹം ബഹുമാന്യനായ അദ്ദേഹമാണ് ഇദ്ദേഹത്തെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് പൊതുവിൽ അഭിപ്രായപ്പെടുന്നത്.
പിന്നീട് ഘട്ടം ഘട്ടമായി അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ ശമ്പളക്കാരനായി മാറുകയാണ്. ആദ്യം കഴകമായി, പിന്നീട് അവിടുത്തെ പോറ്റുമാരുടെ അസിസ്റ്റൻ്റായി, ഇങ്ങനെ പല ഘട്ടങ്ങൾ മാറി പറഞ്ഞ് കീഴ്ശാന്തിയുടെ അസിസ്റ്റൻ്റായി മാറുന്ന പ്രക്രിയയിലേക്ക് എത്തപ്പെട്ടു എന്നാണ്. ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത് മുഴുവനും UDFൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ആ ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകുന്ന സന്ദർഭത്തിലാണ്. അത് ഗോവിന്ദൻ നായരും ശ്രീരാമൻ നായരും അതുപോലെ തന്നെ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനുമൊക്കെ ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണല്ലോ. അതല്ല എങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് ബഹുമാന്യനായ ശ്രീകുമാറോട് പറയണം. എന്നാൽ മാത്രമേ അത് ജനങ്ങൾക്ക് ഡൈജസ്റ്റ് ആവുകയുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും വെറുതെ പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഘട്ടം ഘട്ടമായി അദ്ദേഹത്തെ ദേവസ്വം ബോർഡിൻ്റെ ശമ്പളം പറ്റുന്ന ജീവനക്കാരനായി മാറ്റുകയാണ് ചെയ്തത്. അതാണ് യഥാർത്ഥത്തിൽ ക്രിമിനൽ കോൺസ്പിറസി. ആ കോൺസ്പിറസിയെക്കുറിച്ചാണ് ഇപ്പോൾ കൃത്യമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിലൂടെ ഈ കാര്യങ്ങൾ പുറത്തു വരും എന്ന് ഘട്ടം വന്നപ്പോഴാണ് അത് എത്രയും പെട്ടെന്ന് നമുക്ക് ചാർജ് ഷീറ്റ് കൊടുത്ത് ഈ കേസ് ക്ലോസ് ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രയർ, കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രയർ. അത് കേസിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും അന്വേഷണ സംഘത്തിൻ്റെയും കൂട്ടുത്തരവാദിത്തമാണ്. അതിലെന്തെങ്കിലും അപാകതകളുണ്ട് എങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നിശ്ചയിച്ചു കൊടുത്ത ദേവസ്വം ബെഞ്ചുണ്ട്. ആ ദേവസ്വം ബെഞ്ച് കൃത്യമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി അതിന് ത്വരിത വേഗത ഉണ്ടാക്കി എടുത്ത് മറ്റു കാര്യങ്ങൾ അവർ നടപടിക്രമങ്ങൾ പാലിച്ചുകൊള്ളും. അതല്ല, അതിനകത്ത് കേരളത്തിൻ്റെ ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവ് ഒരു ഇടപെടൽ ഒരു ഇടങ്കോലിടൽ നടത്തുകയാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രയർ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുത്ത് കേസ് അവസാനിപ്പിക്കണമെന്ന നിലയിലേക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതാരെ സംരക്ഷിക്കാനാണ്? ഇവിടെ കേസിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ വിപുലമായ മേഖലകളിലേക്ക് പോവുകയാണ്. കേസ് വികേന്ദ്രീകരിക്കപ്പെട്ടു പോവുകയാണ്. ആ വികേന്ദ്രീകരിക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി എപ്പോൾ മുതലാണ് കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായത് എന്നത് കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെയും അതുപോലെ തന്നെ UDF നിരീക്ഷകനായും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏറെ ബഹുമാന്യനായ ശ്രീകുമാർ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ താങ്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. താങ്കൾ പിടിക്കുന്ന കച്ചിത്തെരുമ്പെന്ന് പറയുന്നത് ബഹുമാന്യനായ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് MA ബേബിയുടെയും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ്റെയും പത്രമാധ്യമങ്ങളിൽ വന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ചൊല്ലിയാണ്. അത് താങ്കൾ മനസ്സിലാക്കേണ്ടുന്നത് കോൺഗ്രസ്സിനില്ലാത്തതും CPMനുള്ളതുമായിട്ടുള്ള രാഷ്ട്രീയ മര്യാദയാണ്. അത്ര മാത്രമേ എനിക്ക് സന്ദർഭത്തിൽ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കോൺഗ്രസ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഇല്ലാത്തതും എന്നാൽ CPMനുള്ളതുമായിട്ടുള്ളൊരു രാഷ്ട്രീയ മര്യാദയുണ്ട്. ആ മര്യാദയുടെ ഭാഗമായിട്ടാണ് മറുപടി നമുക്ക് ആവശ്യമുണ്ട്. ശ്രീകുമാർ, ആരെ സംരക്ഷിക്കാനാണ് VD സതീശൻ ഇങ്ങനെ പെരുമാറുന്നത്? മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ രീതിയിലൊരു നിലപാടെടുക്കുന്നത്, ഈ പെട്ടെന്ന് സ്വർണ്ണക്കേസ് ഇതുവരെ അന്വേഷിച്ചത് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത്, അദ്ദേഹം നിയമസഭയിൽ പോലും ചർച്ചയ്ക്ക് തയ്യാറാകാതെ മുന്നോട്ട് പോയൊരു അവസ്ഥയാണല്ലോ ഉണ്ടായത്. എന്തുകൊണ്ടാണിത്? നോക്കൂ ലാലേ, ഈ നിയമസഭയിൽ പോലും ചർച്ചയ്ക്ക് തയ്യാറാവാഞ്ഞിട്ടല്ല. നിയമസഭയിൽ ചർച്ചയ്ക്ക് അടിയന്തര പ്രമേയത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു 2 മാസം മുമ്പ് കൊടുത്തപ്പോൾ അത് കോടതി കേസാണെന്ന് പറഞ്ഞിട്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാതിരുന്നു. ഇന്നലെ പിന്നെ സംഗതി മാറിപ്പോയില്ലേ, നേതാക്കളൊക്കെ ജയിലിൽ കിടക്കുകയില്ലേ. അപ്പോൾ പിന്നെ സമരമാണെന്ന് പ്രഖ്യാപിച്ചു 2 കാര്യത്തിൽ. ഒന്ന്, SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ആപ്പിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഒന്ന്, ഇത് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് അത് അങ്ങനെ 2 കാര്യങ്ങൾ, ദേവസ്വം മന്ത്രി രാജിവെക്കണം, ഈ 2 കാര്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഇന്നലെ പ്രതിപക്ഷം സമരം തുടങ്ങിയത്. അപ്പോൾ അതിലിവിടെ ശ്രീ സുരേഷ് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ ഇതിൽ നിങ്ങളുടെ 2 കാര്യം നിങ്ങൾ മെയിനായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, SITയിൽ ഇപ്പോൾ ലാൽ ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകാം. അതിനു മുമ്പ് ശ്രീ ലാലും സുരേഷും ലാൽകുമാറൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് കൈരളിക്കെതിരെ ഇങ്ങനെ വൃത്തികേടെന്നൊക്കെ പറയുന്നത്? അപ്പോൾ നിങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണ്, ഇന്ന് നടന്ന സംഭവമാണുള്ളത്. ഇത് ജനങ്ങൾ നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകർ ഇതൊരു മനസ്സിലാക്കണം. അതായത് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു കേസ്, കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് VD സതീശൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഈ സ്വർണം എവിടെയാണെന്നുള്ളത് അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് അറിയാം എന്നുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ VD സതീശൻ കോടതിയിൽ മലക്കം മറിഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത കൈരളി കൊടുത്തു.
അപ്പോൾ വി ഡി സതീശൻ മലക്കം മറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കോടതിയിൽ അദ്ദേഹം ഇപ്പോഴും ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നും അദ്ദേഹം പറഞ്ഞു. തെളിവ് കൊടുക്കണ്ടേ? എത്ര തവണയായി തെളിവ് കൊടുക്കാതെ മുന്നോട്ട് പോകുന്നു അദ്ദേഹം? അതിനെയാണ് മലക്കം മറിച്ചിൽ എന്ന് പറയുന്നത്. ഇപ്പൊ കൊടുക്കും ഇപ്പൊ പൊട്ടിക്കും എന്നൊക്കെ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ. എൻ്റെ ലാല, ഇത് കോടതി വിചാരണയിലാണ്. നിങ്ങൾ ഇത് തെളിവ് SIT മുമ്പിലത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കേസ് പഠിക്കൂ. അതായത് കോടതിയിലൊരു സത്യവാങ്മൂലമുണ്ട്. അതിൽ കടകംപള്ളിയുടെ എതിരായ കാര്യത്തിൽ മലക്കം പറഞ്ഞു എന്നാണ് കൈരളി തെറ്റായി കൊടുത്തത്. ആ തെറ്റായി കൊടുത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും സത്യവാങ്മൂലം അവിടെയുണ്ട്. സത്യവാങ്മൂലം മാറി എന്ന് പറഞ്ഞിട്ടില്ല, കൈരളി അങ്ങനെ പറഞ്ഞിട്ടില്ല. സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സത്യവാങ്മൂലം ശരിയാണെന്ന് വരുത്താനുള്ള തെളിവുകൾ ഈ പറയുന്ന ഹർജിക്കാരൻ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ എതിർകക്ഷി കൊടുക്കണ്ടേ? ആ കാര്യം ചെയ്യാതെ ഇതിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഉത്തരവില്ല. ലാല് പറഞ്ഞുകൊണ്ട് സതീശൻ ഇന്ന് പറഞ്ഞത് മാറിപ്പോയില്ലല്ലോ. ഈ കൈരളി പാർത്ത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇന്ന് സതീശൻ്റെ പത്രസമ്മേളനം എല്ലാവരും എടുത്തൊന്ന് ഒന്നുകൂടെ യൂട്യൂബിൽ കാണുക. ഇതെനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ലാല് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം മാറില്ല. പിന്നെ SITയുടെ കാര്യം, അതായത് SIT ഇങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് ഒരാൾക്ക് ജാമ്യം കിട്ടി. കുറ്റപത്രം സമർപ്പിക്കാൻ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കണം, അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന എല്ലാവരും പുറത്തു വരും. പുറത്തു വന്നാൽ സ്വർണം കിട്ടില്ല. ഇപ്പോൾ സ്വർണത്തിൻ്റെ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പറ്റാത്തതാണല്ലോ പ്രശ്നം. അപ്പോൾ ആ സ്വർണം മുതൽ കണ്ടെടുക്കാൻ പറ്റാത്തത് കൊണ്ട് 90 ദിവസം കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ജാമ്യം ഇല്ലാതെ കിടക്കുന്നവർക്ക് ജയിൽ മോചിതരാണ്. കഴിഞ്ഞ ദിവസം വരെ എത്ര തവണ എൻ്റെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ചയിൽ അങ്ങ് പങ്കെടുത്തു. എന്നിട്ട് അങ്ങ് എന്താ വാദിച്ചുകൊണ്ടിരുന്നത്? ഇതെല്ലാം നിങ്ങളുടെ പിണറായിയുടെ സർക്കാരിൻ്റെ നേട്ടമൊന്നും അല്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഹൈക്കോടതി ആണ് കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിക്ക് അറിയാം ഈ കാര്യം. അവർക്കറിയാം ഈ 90 ദിവസത്തിനകത്ത് ഈ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് അന്വേഷണം തെറ്റായ വഴിയിലാണെന്ന് ഹൈക്കോടതി പറഞ്ഞോ? ഇല്ല, അവരാണ് പലതും നീട്ടിക്കൊടുത്തത്. സമയം നീട്ടിക്കൊടുത്തത് ഹൈക്കോടതിയാണ്. അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. നോക്കൂ ലാല, ഞാൻ അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞൊന്നും മാറ്റമില്ല. പിണറായി ഗവൺമെൻറ് അല്ല ഇവരെ അറസ്റ്റ് ചെയ്തത്. അത് CPM പറയുന്നതാണ് പിണറായി ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തതെന്ന്. അത് വെറുതെ പറയുന്നത്. അത് പിന്നെ അവർക്കെങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ടാണ് ഓരോ ദിവസവും സഖാക്കൾ ജയിലിലേക്ക് പോകുന്നത്. അല്ലെ ജയിലിൽ പോകില്ല, ഉദ്യോഗസ്ഥന്മാരിൽ അവസാനിപ്പിച്ചേനെ. എന്നെക്കൊണ്ട് വീണ്ടും വീണ്ടും അത് പറയിപ്പിക്കണ്ട. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ജയിലിൽ പോയി, ഒരാളെ ജയിലിലേക്ക്. അതുകൊണ്ടാണ് ഹൈക്കോടതി മറ്റു കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും സമയം നീട്ടിക്കൊടുക്കുന്നത്. അവിടെയാണ് ഇനി പുതിയ അന്വേഷണം കൂടി വരിക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് കൂടി ചെന്നെത്തുക. ഈ SITക്ക് പുതിയ ആളുകളെ കൂടി ചോദ്യം ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടം വരുന്നത് അവിടെയാണ് സർ. ഈ കേസ് തീർന്നിട്ടില്ല. 90 ദിവസം ആയതുകൊണ്ട് ചിലപ്പോൾ ചിലർ ജാമ്യത്തിൽ ഇറങ്ങിയേക്കും. അതുകൊണ്ട് അപകടമില്ല എന്ന് മനസ്സിലാക്കി അടുത്ത ആളുകളിലേക്ക് പോകും. പക്ഷെ VD സതീശൻ പറയുന്നത് പോലെ ഇവിടെ മതി, ഇപ്പം അങ്ങ് ക്ലോസ് ചെയ്തേക്കാമെന്ന് പറഞ്ഞാൽ അത് ഹൈക്കോടതി സമ്മതിക്കില്ല. ലാൽ എന്തിനാ ഇതാണ് സതീശൻ്റെ ഉത്തരം നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നത്. സതീശൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറയണത്. SITയുടെ അന്വേഷണം പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നല്ല പറഞ്ഞത്. കൃത്യമായിട്ട് അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് കുറ്റപത്രം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. കുറ്റപത്രം കൊടുക്കുന്ന കുറച്ച് സ്പീഡ് വേണം. ആ സ്പീഡ് കുറഞ്ഞതുകൊണ്ടാണ് 1-2 പേര് ജയിലിൽ പോകാതെ. പ്രതിപക്ഷ നേതാവിന്റെ സമ്മർദ്ദം എന്തിനാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സമ്മർദ്ദം വേണ്ട, ഈ കാര്യങ്ങൾ സമ്മർദ്ദം ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ഈ കാര്യത്തിൽ സമ്മർദ്ദപ്പെടുത്തുന്നത് SITയെ? ഇവിടെ ആരെങ്കിലും പേടിയുണ്ടോ? ആരെങ്കിലും അടുത്തേക്ക് അന്വേഷണം പോകുമെന്ന് പേടിയുണ്ടോ? അങ്ങനെ പാടില്ലല്ലോ. എല്ലാവരും അന്വേഷിക്കട്ടെ, കോടതി നോക്കട്ടെ, കോടതി പറഞ്ഞോളും ഇതെപ്പോൾ അവസാനിപ്പിക്കണമെന്ന്. നോക്കൂ ലാല, നിങ്ങളുടെ ധാരണ ഇപ്പം നിങ്ങളിങ്ങനെ പറയുമ്പോൾ കോൺഗ്രസ്സുകാരെ പിടിക്കാൻ പോകുന്നതാണോ? കോൺഗ്രസ്സുകാരൊന്നും ഇതിൽ പ്രതികളല്ല. ഇതിൽ പിടിക്കാൻ പോകുന്ന ഇപ്പോൾ പുതിയ ആളൊക്കെ 2 ദിവസത്തിനുള്ളിൽ വരും. അത് എന്നെക്കൊണ്ട് പറയിപ്പിക്കല്ലേ പേര്. വെറുതെ എന്തിനാ എന്നോട് പേര് പറയിപ്പിക്കുന്നത്? നമുക്കിതൊക്കെ കാത്തിരുന്ന് കാണാം, അത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഉത്തരം പറയട്ടെ. അപ്പോൾ ആദ്യത്തെ കൈരളിയുടെ വൃത്തികേടിനെ കുറിച്ച് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. SITയുടെ അന്വേഷണത്തിൽ സതീശൻ പത്രസമ്മേളനത്തിൽ ഇന്ന് പറഞ്ഞ കാര്യം, ഇത് എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ച് കുറ്റവാളികൾ ജാമ്യം കിട്ടി രക്ഷപ്പെടാൻ പാടില്ല എന്നാണ് സതീശൻ പറഞ്ഞത്. അതൊരു പക്ഷേ CPMന് ഒരു പക്ഷേ നീണ്ടുപോയിക്കോട്ടെന്ന് ആഗ്രഹം ഉണ്ടാവാം. അതിലിപ്പോൾ നമുക്ക് അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസിനും ആഗ്രഹം ഉണ്ടാകാം. ലാൽകുമാർ, ഞാൻ വരാം, അങ്ങയിലേക്ക് വരാം. ലാൽകുമാർ, അതിൽ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഈ പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് VD സതീശന് എന്തുകൊണ്ടായിരിക്കാം ആഗ്രഹം? അല്ല, ഇത് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് ഇവിടെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഇവർ പറയുന്നത്. ബേസിക്കലി ഇൻവെസ്റ്റിഗേഷൻ അവസാനിച്ചിട്ടില്ല.
നോക്കൂ, ഇതാണ് നമ്മൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ അവസാനിക്കാതെ എങ്ങനെയാണ് ചാർജ് ഷീറ്റ് കൊടുക്കുക? ഇതിനകത്ത് ഇപ്പം മുരാരി ബാബുവാണ് സ്വാഭാവികമായി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നത്. 90 ദിവസം കൊണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ അവസാനിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് സ്വാഭാവികമായി ജാമ്യം കിട്ടാനുള്ള അർഹതയുണ്ട്. പക്ഷെ 90 ദിവസം കൊണ്ട് തീരാത്ത ഇൻവെസ്റ്റിഗേഷൻ അല്ലേ ഇത്? ഓരോ ദിവസവും കണ്ണികൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തില് അദ്ദേഹത്തിന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കിട്ടാൻ ശക്തിയുള്ള ഒരു ജാമ്യം, അത് ആ ജാമ്യം കിട്ടിയ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ ഡൈല്യൂട്ട് ചെയ്യേണ്ട വരുന്നു? അത് തെറ്റായ ഒരു സമീപനമാണ്. നോക്കൂ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഹൈക്കോടതി ഇവരെ ശകാരിക്കത്തില്ലേ? ഹൈക്കോടതി ഇവർക്ക് ജാമ്യം കിട്ടി പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പുറത്ത് ജാമ്യം കഴിഞ്ഞ ആഴ്ച ഇത് പരിഗണിച്ചല്ലേ വിഷയം? അപ്പൊ ഇപ്പൊ 90 ദിവസം ആവുമല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിന് ചാർജ് ഷീറ്റ് കൊടുത്തില്ല? കാര്യം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. ഒരു കേസിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ചാർജ് ഷീറ്റ് കൊണ്ട് കൊടുത്തിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്തോ അതുകൊണ്ട് ആകുന്നേ? ഇയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ തലത്തിൽ ചെയ്തിട്ടുണ്ട്, ഇയാൾക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, എത്ര പേരുടെ കാര്യമാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പഴയ കാര്യങ്ങളിലേക്ക് പോകണമെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഇയാൾ എന്ത് രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് ആണുള്ളത്? ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്ത വഴി അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്ന വഴി മാത്രമേ ഇതിന്റെ പൂർണ്ണ രൂപം കിട്ടൂ. അതാ പറഞ്ഞേ, നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 90 ദിവസം കൊണ്ട് ഇത് തീരും. കാര്യം എത്രയോ വർഷത്തേക്കുള്ളതാണ് പുറകോട്ട് പോകുന്നത്. അപ്പം ചാർജ് ഷീറ്റ് സമർപ്പിക്കുമ്പം നല്ല രീതിയിൽ ഒരു ചാർജ് ഷീറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്താണ് ബേസിക്കലി കോടതി ചാർജ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വി.ഡി. സതീശൻ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാൻ വയ്യാണ്ടല്ല, അദ്ദേഹം പ്രാക്ടീസിങ് ലോയർ ആയിരുന്നു, അത് മനസ്സിലാക്കണം. അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുനിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന് കുറെ നാൾ പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു വന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയാണ് അതിനകത്ത് ഒരു ദുരുദ്ദേശം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് വക്കീൽ പണി നല്ലോണം അറിയാവുന്ന ആളായതുകൊണ്ട് ഈ പറയുന്ന ചാർജ് ഷീറ്റ് ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞതുപോലെ ഇത് പെട്ടെന്ന് കൊണ്ടുപോയി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് പ്രതികൾക്ക് തുണയായിട്ട് മാറും. നമ്മള് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ആകണം. അതാണ് നമ്മുടെ ലക്ഷ്യം. എന്താ? ശ്രീകുമാറിയുടെ ആണെങ്കിലും എന്റെ ആണെങ്കിലും ഡോക്ടർ ലാലിന്റെ ആണെങ്കിലും ബാക്കി ആരുടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ കള്ളം ചെയ്ത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊളിറ്റിക്കൽ പൊസിഷൻ ഈ ആൾക്കാരെ ശിക്ഷിക്കപ്പെടണം. ആ ശിക്ഷിക്കപ്പെടാൻ ആദ്യം ചെയ്യേണ്ട പ്രോസസ് എന്താ? അത് എവിഡൻസ് റിക്കവറി ചെയ്യുകയും ആ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വഴിയല്ലേ നടക്കുന്നത്. അത് മൊത്തം എല്ലാ കണ്ണികളുടെയും വ്യക്തത വരണ്ടേ? ഒരു ചെയിൻ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ചൊരു കണ്ണി ബ്രേക്ക് ചെയ്താൽ ഈ പറയുന്ന കേസ് പോകും. നമ്മൾ എത്രയോ കേസിൽ അത് കാണുന്നത്. ആ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ആകേണ്ടതായിട്ടുണ്ട്. അതിന് പകരം ഇപ്പൊ ഇറങ്ങുന്ന അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി മാത്രം സംസാരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ അതിനകത്ത് കണക്കാക്കുന്നുള്ളൂ. അതിന് യു ഷുഡ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. അദ്ദേഹം ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും ചെയ്യട്ടെ. അതായത് നമ്മൾ പറയാം, ഓരോരുത്തർ താല്പര്യത്തിനനുസരിച്ച് സംസാരിക്കും. നമ്മൾ അതിന് വലിയ മറുപടി ഒന്നും കൊടുക്കേണ്ടതായിരിക്കും. ശരി, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അത്ര നിസ്സാരമായിട്ട് വെറും രാഷ്ട്രീയക്കാരനായി നിന്നുകൊണ്ട് കുറെ രാഷ്ട്രീയം പറയുന്നു വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് എന്ന് കണ്ടാൽ മതിയോ? അങ്ങനെ അല്ല എന്നല്ലേ ഇതിൽ മനസ്സിലാവുന്നത്. കാരണം ഇത് വളരെ ഗൗരവമായിട്ടൊരു കേസാണ്. ഇതിനകത്ത് ആരും പുറത്തേക്ക് പ്രതികളായിട്ടുള്ളവർ കൃത്യമായി തെളിവുണ്ടെങ്കിൽ അവർ പുറത്തു പോകാൻ പാടില്ല. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കണ്ടെത്തണം. കൂടുതൽ കുറ്റകൃത്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ച് കോടതിയും സർക്കാരും പോലീസും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ, SIT മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ഇങ്ങനെ ബലം പിടിച്ച് പെട്ടെന്ന് സമ്മർദ്ദപ്പെടുത്തുന്നത് പോലെ തോന്നുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ കേസിലെ കണ്ണികളെ സംബന്ധിച്ച് പരസ്പരം ബന്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഉദ്യമമെന്ന് പറയുന്നത്. ആ ഉദ്യമം വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെന്തെങ്കിലും പാകപ്പിഴയുണ്ടെങ്കിൽ പരാമർശങ്ങളിലൂടെ കോടതിയിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ബാഹ്യ ഇടപെടൽ വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷണത്തിൽ എന്തെങ്കിലും ചെറിയ നിലയിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്ന് പരാമർശം ഉണ്ടായിട്ടുണ്ട്. അത് ഏത് തരത്തിലായിരുന്നാലും ശരി, ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്നതിനെ സംബന്ധിച്ച് വ്യക്തതയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആകുലത ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യവുമില്ല. ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയന്ത്രിക്കേണ്ടുന്നതിൻ്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ നിക്ഷിപ്തമായിരിക്കെ ആ റോൾ എന്തിന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നു? അതാണ് പ്രസക്തമായ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് മറുപടി പറയാൻ ബഹുമാന്യനായ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ എൻ ശ്രീകുമാറിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപജയങ്ങളിൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം വളരെ
ആവേശഭരിതനായി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തിന് ശൈലജ ടീച്ചർ പുറത്ത് വന്നു നിന്ന് പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് അല്ലേ എന്ന് പറഞ്ഞു എന്നുള്ളത്. ഞാനതിന് വ്യക്തമായ മറുപടി നൽകി. ആ ഭാഗം അദ്ദേഹം പൂർണ്ണമായും വിട്ടുകളഞ്ഞു. കാര്യം അദ്ദേഹത്തിന് മറുപടി പറയാനൊന്നുമില്ല. പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണ്. ബഹുമാന്യനായ ശ്രീ കണ്ഠര് രാജീവർ അദ്ദേഹത്തെ കൈപിടിച്ചാനയിച്ച് ശബരിമലയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ശരി തന്നെയാണ്. അവിടെ നിന്ന് ഘട്ടം ഘട്ടമായി അദ്ദേഹത്തെ ദേവസ്വം ബോർഡിൻ്റെ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും വഴിവിട്ട് നടത്തിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ദേവസ്വം പ്രസിഡന്റുമാരാണ്. ഞാൻ അവരുടെ പേരൊരിക്കൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല, സമയം വിലപ്പെട്ടതാണ്. ഇങ്ങനെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസ്സാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കിടക്കുന്നത് CPM നേതാക്കന്മാരല്ലേ, അദ്ദേഹം പരാമർശിച്ച സഹാക്കളല്ലേ എന്നാണ്. ഇവിടെ കിടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം ചികഞ്ഞു പോയാൽ കോൺഗ്രസ്സുകാരും ഉണ്ട് എന്നുള്ളത് ശ്രീകുമാർ സാറിനടക്കമുള്ള ആളുകൾക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സമ്മതിക്കേണ്ടി വരും. ഞാൻ ആ പേര് ഇപ്പോൾ കൗൺസിലറായിട്ടുള്ള ആൾ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിനകത്ത് പ്രതിപട്ടികയിലുണ്ട്. സുപ്രീം കോടതിയുടെ ചെറിയൊരു ഡയറക്ഷൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നിൽക്കുന്നത്. ഇങ്ങനെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. രാഷ്ട്രീയം നമുക്കൊന്ന് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ ആളുകൾ അവരുടെ ഉത്തരവാദിത്വത്തിൽ എന്ത് പിഴവാണ് വരുത്തിയിട്ടുള്ളതെന്നതിനെ സംബന്ധിച്ച് കുറ്റപത്രം വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവർക്കുണ്ടായിട്ടുള്ളത് ക്ലറിക്കൽ നെഗ്ലിജൻസ് ആണോ, അതല്ലെങ്കിൽ ഈ ക്രിമിനൽ കോൺസ്പിറസിയിൽ പങ്കാളിയായിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ അവർ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം വരട്ടെ. ആ വിവരം വരുന്നതിന് മുൻപ് അന്വേഷണത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ നിങ്ങൾ കുറ്റപത്രം സമർപ്പിക്കുന്ന ആവർത്തിച്ച് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നതിന് പിന്നിൽ വ്യക്തമായ മോട്ടീവുണ്ട്. ആ മോട്ടീവ് എന്താണെന്ന് വരുന്ന ആളുകളിൽ പുറത്തു വരും. ശരി, അദ്ദേഹം പറഞ്ഞ ആരോ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്, അദ്ദേഹത്തിന് എവിടെ നിന്നാണ് വിവരം കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്കുറപ്പുണ്ട് ഇതിന് പിന്നിൽ ഈ ക്രിമിനൽ കോൺസ്പിറസിയിൽ പങ്കാളികളായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ വരുന്നതിനും ഈ രൂപത്തിൽ അവിടെ വിരാജിക്കുന്നതിനും ഇടവന്ന സാഹചര്യം എന്ത് എന്നുള്ള നിലയിലേക്ക് അന്വേഷണം പോകുമ്പോൾ കൂടുതൽ ആളുകൾ കുടുങ്ങും. അത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കൂടുതൽ ധർമ്മസങ്കടത്തിലാക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുത്ത് ഇന്ന് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി നമ്മൾ ചർച്ച ചെയ്യാതിരിക്കണോ? ശ്രീകുമാർ, നോക്കൂ, അഡ്വക്കേറ്റ് സുരേഷ് പറയുന്നത് കോൺഗ്രസ്സുകാർ പ്രതികളാണെന്നാ. ഒരാളുടെ പേര് പറഞ്ഞു കൊടുക്ക്. കോൺഗ്രസ്സുകാർ പ്രതികളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്നലെ ശൈലജ ടീച്ചർ ഇത് കാര്യം പറഞ്ഞു. പക്ഷേ ടീച്ചർ വളരെ തന്ത്രപൂർവ്വമാണ് പറഞ്ഞത്. എന്താ ടീച്ചർ പറഞ്ഞാൽ അറിയാമോ? CPM-കാർ എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്നത് ചോദിച്ചപ്പം മറ്റുള്ളവരാരാ അവരുടെ രാഷ്ട്രീയം ഏതാ എന്നാ ചോദിച്ചത്. കോൺഗ്രസ്സുകാരാണെന്ന് ടീച്ചർ പറഞ്ഞില്ല കേട്ടോ, മറ്റുള്ളവരുടെ രാഷ്ട്രീയം അന്വേഷിക്കാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരാണ് പേര് പറ. ഒരു ഘട്ടത്തിൽ പറഞ്ഞു, കൈരളി ചാനലിലടക്കം വന്ന് CPM-ൻ്റെ വക്താക്കൾ, ശ്രീ സുരേഷ് പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല, വക്താക്കൾ പറഞ്ഞു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് INTUC ജില്ലാ പ്രസിഡന്റ് പ്രതിയാന്ന് പറഞ്ഞു. അല്ല, അതുപോലെ ബാക്കിയുള്ളവരുടെ രാഷ്ട്രീയം അറിയോ? താങ്കൾക്കറിയോ? ബാക്കിയുള്ള എല്ലാവരുടെയും രാഷ്ട്രീയം താങ്കൾക്കറിയോ? ഇവിടെ പറഞ്ഞ ബന്ധങ്ങളൊക്കെ അറിയോ? ആരും കോൺഗ്രസ്സുകാരില്ല. കോൺഗ്രസ് ബന്ധമുള്ളവരുണ്ടോ? കോൺഗ്രസ് ബന്ധമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ പറ. CPM ബന്ധമുള്ളവരുടെ നമ്മൾ പേര് പറയുന്നുണ്ടല്ലോ. പത്മകുമാർ, വാസു, വിജയകുമാർ. അല്ല, അവര് ഈ കാര്യത്തിൽ അധികാരത്തിൽ ഇരുന്നവരാണ്, ആ സമയത്ത് അധികാരത്തിൽ ഇരുന്നവരാണ്. അതുകൊണ്ട് ആ പേരുകളുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ്, അവർക്ക് ഈ പറഞ്ഞ സംഘടനകളുമായിട്ടുള്ള ബന്ധങ്ങളാണ്. ഇനി വരാനിരിക്കുന്ന ചോദ്യം ചെയ്യാൻ പെടാനിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കൊടുക്കണം എന്നാണല്ലോ ആവശ്യം. അത് വേണോ? അന്വേഷിക്കണ്ടേ ബാക്കിയും? നോക്കൂ, ഇവിടെ ശ്രീ സുരേഷ് പറഞ്ഞു വ്യക്തമായ ഒരു VD സതീശന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു. ആ ലക്ഷ്യമുണ്ട്. കാരണം ജയിലിൽ കിടക്കുന്നവർ രക്ഷപ്പെടാൻ പാടില്ല. അതാണ് അല്ല, ജയിലിൽ കിടക്കുന്നവർ മാത്രം മതിയോ? ഈ വാജി വാഹനം എടുത്ത് കൊടുത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് പ്രശ്നമാകില്ലേ? അത് അന്വേഷിക്കണ്ടേ? കാര്യങ്ങൾ അറിയണ്ടേ? അതുപോലെ ഈ പറയുന്ന കള്ളന്മാരുമായി രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കി MP-മാരും എന്താണ് രണ്ട് എം പിമാർ ഈ കള്ളന്മാരുമായിട്ട് ചേർന്ന് UPA ചെയർപേഴ്സൻ്റെ അടുത്തേക്ക് പോയത്, അതിനുശേഷം സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോയത്, ഇതൊക്കെ അന്വേഷിക്കണ്ടേ? അതിനു മുമ്പ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജോലിയിൽ കയറ്റി സ്ഥിരമാക്കിയ ആളുകളെ കുറിച്ച് അന്വേഷിക്കണ്ടേ? രാമൻ നായർ മുതൽ ഇങ്ങോട്ട് MP ഗോവിന്ദൻ നായരോട്ട് ഇങ്ങോട്ട് ഉള്ളവരൊക്കെ അന്വേഷിക്കണ്ടേ? ഇതെല്ലാം നമ്മൾ അന്വേഷിക്കാതെ ഇപ്പോൾ ഈ കേസ് പൂട്ടുന്നത് എന്തിനാണ്? എൻ്റെ കുറേ പേരുടെ പേര് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നല്ലാണ്ട് ഒരു ഗുണവും കിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന CPM നേതാവ് പത്മകുമാർ പറഞ്ഞു,
ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത് 2007 അതോടുകൂടി ആ വിഷയം കഴിഞ്ഞു. പത്രസമ്മേളനത്തിലാണ് പറഞ്ഞത്. അല്ല, അതേ പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനകത്ത് ഫാക്ച്വൽ എറർ ഉണ്ടെങ്കിൽ ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത് 2004 2004 തന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ എത്തുന്നതെന്നാണല്ലോ കണ്ടെത്തിയത്. അതാണോ ശരി, അതോ പത്മകുമാർ പറഞ്ഞാണോ ശരി? എൻ്റെ ലാലെ, സ്വർണം കട്ടത് 2019 തൊട്ടല്ലേ? അതല്ലേ ചർച്ച, അല്ലാണ്ട് 1950 തൊട്ടല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പ് സ്വർണം പോയി എന്നൊക്കെ കോടതിക്ക് ഇപ്പൊ തോന്നി അത് അന്വേഷിക്കണം എന്ന് പറയുന്നതോ? വാജി വാഹനമൊക്കെ എപ്പോഴാണ്? 2019 എൻ്റെ ലാലെ, ഈ വാജിവാഹനമൊക്കെ പത്രമൊക്കെ വായിക്കില്ലാലേ. വാജിവാഹനമൊക്കെ തന്ത്രിക്ക് കൊടുക്കണം എന്നുള്ള ദേവസ്വത്തിൻ്റെ ഉത്തരവും അതുമായി ബന്ധപ്പെട്ട 2-3 ഉത്തരവിലെ പല ക്ഷേത്രങ്ങൾക്ക് കൊടുത്തതും മറ്റുള്ള എല്ലാ താങ്കൾ എല്ലാ പത്രവും വായിക്കുന്നില്ല, അല്ലെങ്കിൽ പത്രത്തിലെ ചില വാർത്തകൾ മാത്രമേ വായിക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള വാർത്തകൾ കൂടി നോക്കൂ സാർ. പത്രം മാത്രം അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള വാർത്തകൾ കൂടി നോക്കൂ. എൻ ശ്രീകുമാർ, നമ്മൾ വാദത്തിന് വേണ്ടി താങ്കൾ പറഞ്ഞ 2007 എടുത്താൽ തന്നെയും അന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നതെങ്കിൽ അതിനുശേഷമാണല്ലോ ഈ പ്രയാർ ഗോപാലകൃഷ്ണനും ഈ അജയ് തറയിലും ഒക്കെ വരുന്നത്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത് അന്വേഷിക്കണ്ടേ? ആ കാര്യങ്ങൾ കൂടി അറിയണ്ടേ? 2007 മാത്രം അദ്ദേഹം വൃത്തികേട് കാണിക്കുകയും അത് കഴിഞ്ഞ് 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം നല്ല മനുഷ്യനായി മാറുകയും ചെയ്തോ? നോക്കൂ ഡോക്ടർ ലാലെ, ഈ പ്രശ്നം വന്ന 2019 തൊട്ടുള്ള കാര്യമാണ്. 2019 തൊട്ടാണ് ഈ വിഷയം തുടങ്ങുന്നത്, ഈ സ്വർണ്ണക്കൊള്ള കേസ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് മറ്റ് UDF പെട്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സുപ്രഭാതത്തിൽ 2019 കള്ളനായി മാറിയോ? നോക്കൂ, അതല്ലേ ഇപ്പൊ ഈ സ്വർണ്ണക്കൊള്ള അതല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ല, അത് അന്വേഷിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാൻ കോടതി പറഞ്ഞു. അത് വരുന്നതിന് മുമ്പ് കുറ്റപത്രം കൊടുക്കാനാണ് പറയുന്നത്. അതാണ് ചോദ്യം. ഏത് കാര്യം? മറ്റേ വാജിവാഹനം എന്ന ഇതിൽ പെടുന്നതല്ല, അതൊക്കെ വേറെ വിഷയം. രണ്ടാണ്. എല്ലാവരും കൂട്ടിക്കലർത്തല്ലേ. അയ്യപ്പന്റെ സ്വർണം കെട്ടവരാരപ്പാ? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതാണ് ഇപ്പൊ അന്വേഷിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണ്ണമാണിതെല്ലാം. അയ്യപ്പന്റെ ഉരുപ്പടികളെല്ലാം നോക്കണം. അത് ചിലതൊക്കെ മറിഞ്ഞു പോട്ടെ, അത് സ്വർണത്തിൻ്റെതല്ല. അതെ, അതാ പറഞ്ഞേ. പറഞ്ഞോളൂ. അതെ, അയ്യപ്പൻ്റെ ഉരുപ്പടികൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ചർച്ച ചെയ്യണം, ഒക്കെ നോക്കണം. 1999 തൊട്ട് കോടതി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അത് ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ സ്വർണം കെട്ടവരാരപ്പ, അതാണ് വിഷയം. അതാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച മതിയാണോ? അതിന്റെ ഇപ്പുറത്തേക്ക് നോക്കണ്ടെന്ന് എന്തിനാണ് എൻ ശ്രീകുമാർ സാർ പറയുന്നത് ഇങ്ങനെ? എനിക്കതിന് ഉത്തരമില്ല ഡോക്ടർ ലാലെ. കാരണം ഞാൻ ഈ കോടതി പറയുന്നതും നമ്മൾ അന്വേഷിക്കുന്ന കേസുകൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പുള്ള സ്വർണത്തെക്കുറിച്ചും വെള്ളിയെക്കുറിച്ചും എനിക്കെന്നല്ല ഇവിടെ സുരേഷിന് പോലും വലിയ പിടുത്തം ഉണ്ടാവില്ല. കേസ് വരുമ്പോൾ നമ്മളെല്ലാം സംസാരിക്കും. പക്ഷേ ഇന്നത്തെ ചോദ്യം ഇത്രയുമാണ്. ഇന്നത്തെ ചോദ്യം ഇതൊന്നുമല്ല. ഇത് നമുക്ക് ഒരിക്കലും തീരാൻ പോകുന്നില്ല. അത് ശ്രീ VD സതീശനും തീരുമാനിച്ചതാണല്ലോ. ഇതിപ്പോൾ തന്നെ ഇത് മാത്രം അന്വേഷിച്ചാൽ മതി, ബാക്കി കുറ്റപത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നിയമസഭയിൽ വരെ നിൽക്കുകയാണല്ലോ. ചർച്ചയും വേണ്ട, അടിയന്തര പ്രമേയം ഇനി ചോദിക്കില്ല എന്നാണല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതൊന്നും അല്ല. ഇത് നമ്മൾ എടുത്തിട്ടത് മറ്റേ ഫോട്ടോയാണ്. ആ ഫോട്ടോയിലൊരു ഉത്തരം ഹൈക്കമാൻഡ് എപ്പോഴെങ്കിലും വിശദീകരിക്കുമോ? നോക്കൂ, വിശദീകരിച്ച് കഴിഞ്ഞില്ലേ? എപ്പോ? സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്ന കാര്യം ഉണ്ണികൃഷ്ണൻ, അത് ശരി, ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പോയ കാര്യവും സോണിയാഗാന്ധിയെ കണ്ട കാര്യവും ചിത്രം പുറത്തു വന്നിട്ട് ഇപ്പോഴല്ല, അത് കുറെ കാലമായി. പക്ഷെ CPM ഇപ്പൊ ആ ചിത്രം ഹൈക്കമാൻഡിന്റെ വാർത്താക്കുറിപ്പ് ഇറങ്ങിയ ആ ദിവസം അതൊന്ന് പറയോ? ഞാൻ നോക്കാം, ആ ഡേറ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ആ വാർത്താക്കുറിപ്പ് എന്നാ ഇറങ്ങിയത്? ലാല, ഇതൊക്കെ ഹൈക്കമാൻഡ് വാർത്താക്കുറിപ്പ് ഇറക്കുവോ? നിങ്ങൾ എന്തി പറയണത്? ഹൈക്കമാൻഡ് ഇതൊക്കെ വാർത്താക്കുറിപ്പ് ഇറക്കും. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്, ഒരു പടമാണത്. മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പ് ഇറക്കില്ല, നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. പറഞ്ഞു മുഖ്യമന്ത്രിയുടെ. നോക്കൂ, കോൺഗ്രസിന് നിങ്ങൾ കുറ്റം പറയാൻ വേണ്ടി ആ പടത്തെക്കുറിച്ച് പറഞ്ഞോളൂ. കോൺഗ്രസ് ആണ് സ്വർണം കെട്ടുന്നതിനെ നിയമസഭയിൽ പാടിയില്ലേ? പാടിക്കോളൂ. അത്ര ലളിതമായി കാണരുത്. ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കാര്യമാണ്. കള്ളന്മാരുമായി UPA ചെയർപേഴ്സണായിരുന്ന സോണിയാഗാന്ധി എന്തിനാണ് കണ്ടതെന്നുള്ളത് നിസ്സാരമായി കാണരുത്. അത് അന്വേഷിക്കേണ്ടതാണെങ്കിൽ അന്വേഷിക്കണം. ചോദ്യം ചെയ്യേണ്ടവരൊക്കെ ചോദ്യം ചെയ്യണം. അതങ്ങനെ മയപ്പെടുത്തിക്കൊണ്ടുപോയി കൈരളിയുടെ ചോദ്യമാണ്, അതുകൊണ്ട് അങ്ങ് വൃത്തികേടാണെന്ന് പറഞ്ഞങ്ങ് ഒതുക്കിയോണ്ടൊന്നും ആയില്ല. സുരേഷ് കുമാർ, നിങ്ങൾ ആവശ്യപ്പെടുമോ ഈ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന്? സോണിയാഗാന്ധിയോട് ചോദ്യം ചോദിക്കേണ്ടെന്ന് നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നമെന്ന് ചോദിക്കില്ലേ ആളുകൾ? അല്ല, ഈ കാര്യങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം, ആരൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണമെന്നൊന്നും തീരുമാനിക്കുന്നത്
കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരോ പ്രതിപക്ഷമോ ഒന്നുമല്ല. അത് കൃത്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഈ അന്വേഷണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഈ അന്വേഷണത്തെ സ്വാധീനിക്കുന്ന ഒരു വാക്കുപോലും അദ്ദേഹത്തിൻ്റെ നാളിതുവരെയുള്ള വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അടിക്കടി ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നത് ആരാണ്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, ശ്രീ വി ഡി സതീശനാണ്. അത് കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിച്ച ഒരു ചോദ്യത്തിനും അദ്ദേഹത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പോലും ഇന്ന പരിധിയിലുള്ള അന്വേഷണം മതി, ഈ നാൾ മുതൽ ഇന്ന നാൾ വരെയുള്ള അന്വേഷണം മതി എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ല. അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അതിന് വാജീവാഹനമല്ല, അതിന് മുൻപുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള അഴിമതിയാണെങ്കിൽ ശരി, അതിനെ സംബന്ധിച്ച് പോലും വളരെ കൃത്യമായി അന്വേഷിക്കണമെന്നുള്ള നിലപാടാണ്. ഇനിയുള്ള കാലത്തും ഈ അഴിമതി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് അതും ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തീരുമാനിക്കപ്പെടുന്നതിന് പകരം നമുക്ക് ഇതുമാത്രം അന്വേഷിച്ചാൽ മതി എന്ന് എൻ ശ്രീകുമാർ ഏതടിസ്ഥാനത്തിൽ പറയും? അത് താങ്കൾ ചെയ്യുന്നത് അങ്ങേയറ്റം തെറ്റായ ഒരു കാര്യമാണ് എന്നുള്ളത് താങ്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന്. എന്തായാലും മുഖ്യമന്ത്രിയെ കുറിച്ച് കുറ്റങ്ങൾ പറയുമ്പോൾ, മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവും ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. തങ്ങളും സമ്മർദ്ദപ്പെടുത്താൻ പാടില്ല. ഈ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചവരെ കണ്ടെത്താനുള്ള അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് 90 ദിവസത്തെ ഒരു പരിമിതി പറഞ്ഞ് പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുപ്പിച്ച് ഇനി അന്വേഷിക്കേണ്ടവരെയൊക്കെ അങ്ങ് മാറ്റിവെപ്പിച്ച് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലേക്കും പോകാൻ പാടില്ല. വൃത്തികേട് അങ്ങനെയും കാണിക്കാൻ പാടില്ല. ഈ കാര്യത്തിൽ കൃത്യമായി തന്നെ അന്വേഷണം നടത്തി കള്ളന്മാരെ കണ്ടുപിടിക്കണം. അതിൽ ഈ ചിത്രത്തിൽ കണ്ട കാര്യങ്ങളെ വിശദീകരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ നേതാവാണ്. കോൺഗ്രസിൻ്റെ പരമ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവർ എന്തിനെത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. അത് ഹൈക്കമാൻഡ് ഒരു വാർത്താക്കുറിപ്പ് പോലും ഇറക്കിയിട്ടില്ല. ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആ ചോദ്യത്തിന് മാത്രം ഉത്തരം തരുന്നില്ല. കൈരളിയോട് വൃത്തികേട് കാണിക്കരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിതൊക്കെ വൃത്തികേടാണല്ലേ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ? കാണിക്കാതിരിക്കുക വൃത്തികേട്. ഇനി വൃത്തികേട് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പുറത്തു വരുന്നത് തടയാതെയെങ്കിലും ഇരിക്കുക. അന്വേഷണം നടക്കട്ടെ കൃത്യമായി. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, എൻ ശ്രീകുമാർ, ഒപ്പം അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, എല്ലാവർക്കും നന്ദി.